أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. മാഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ഉസ്താദ് അവറുകളുടെ 30 വർഷം മുമ്പ് നടന്ന ഒരു വഅദ് നമ്മുടെയൊക്കെ ഉലമാക്കള് മുമ്പ് പ്രസംഗിച്ചതും അവരെഴുതിയ ലേഖനങ്ങളുമൊക്കെ രണ്ടാമത് ഒരിക്കൽ വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പം ഒരുപാട് ഇൽമുകൾ അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് അവരുടെ മാർഗം പിൻപറ്റി ജീവിച്ച് അവരോടൊന്നിച്ച് സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ പാപ്പ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട AP ഉസ്താദ്, MA ഉസ്താദ്, ചിത്താരി ഉസ്താദ്, തിരുവങ്ങാടി ബാപ്പു ഉസ്താദ് തുടങ്ങിയ പ്രായം ചെന്ന വലിയ മഹാന്മാരായ ഉസ്താദന്മാർ, അവർക്കൊക്കെ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയൊക്കെ പരിശുദ്ധമായ ബറക്കത്താക്കപ്പെട്ട ആ തണൽ അല്ലാഹു തആല ദീർഘകാലം നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അവർക്ക് അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകാൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നുമില്ല സുഹൃത്തുക്കളെ, നമ്മളൊക്കെ വെറും ചണ്ടി ചവറുകളാ. മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാര്, ഉലമാക്കള്, അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് ഇങ്ങനെ നിലനിന്നു പോകുന്നു. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ പിളർപ്പിന്റെ സമയത്ത് മാനാഞ്ചിറ മൈതാനിയിൽ വെച്ച് കൂടിയ ഒരു വലിയ സമ്മേളനം ഇപ്പോൾ ഓർമ്മയുണ്ട് എനിക്ക്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്വാദിഖീൻ എന്ന ആയത്ത് ഓതിയിട്ട് അന്ന് തങ്ങളുപ്പാപ്പാന്റെ ഒരു പ്രസംഗമുണ്ട്. അന്ന് പറഞ്ഞതാണ്, എനിക്ക് എന്റെ കുടുംബത്തിൽ എന്റെ വാപ്പയോ എന്റെ അമ്മോശനോ തുടങ്ങി ആരും 63 വയസ്സിന്റെ മേലെ ജീവിച്ചിട്ടില്ല. എനിക്കിപ്പോൾ തന്നെ 70 വയസ്സ് കഴിഞ്ഞു. എന്നെ സുന്നത്ത് ജമാഅത്തിന് ഈ ലോകത്ത് ആവശ്യമുണ്ടെങ്കിൽ അല്ലാഹു തആല എന്നെ നീട്ടിയിട്ട് തരട്ടെ, ഇല്ലെങ്കിൽ അവരൊക്കെ പോയ വഴിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ശേഷം ഇന്നിപ്പോ 96 കഴിഞ്ഞിട്ടും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. അതിന്റെ അർത്ഥം സുന്നത്ത് ജമാഅത്തിന് അവരെ കൊണ്ടിവിടെ ആവശ്യമുണ്ട് എന്ന് തന്നെയാണല്ലോ. അപ്പൊ ആ തണൽ അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, പാവപ്പെട്ട നമ്മളെ പോലത്തെ പച്ച പാവങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല ഒരുപാട് കാലം നിലനിർത്തി തെരുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് കൂടുതൽ ഉന്നതിയിലേക്ക് ഉയർത്താൻ ആ മഹാന്മാരായ നേതാക്കന്മാർക്ക് തൗഫീഖ് നൽകുകയും അവരുടെ പിന്നിൽ അണിനിരന്ന് ആ ഭാഗ്യം നേടാനുള്ള തൗഫീഖ് നമുക്കും അല്ലാഹു തആല ദീർഘകാലം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് ഓതാനുള്ളത്. അതിന്റെ ആമുഖം മാത്രമാണ് ഇന്നലെ നമ്മൾ ഓതിയത്. അതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയം ഇന്നത്തേക്ക് മാറ്റിവെച്ചേക്കാം. നന്നായി ക്ലാസിന്റെ ഭാഗത്ത് തന്നെ ശ്രദ്ധിക്കാൻ കഴിയുന്നവരൊക്കെ നന്നായി ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വശർത്തുൽ ഖാദി, ഇപ്പൊ ഖാദിയെ നിയമിക്കേണ്ടത് ഇമാമുണ്ടെങ്കിൽ ഇമാമാണ്, ഇല്ലെങ്കിൽ ഭരണാധികാരിയായിട്ട് അഹ്ലു ഷൗക്ക ആരാണെന്ന് വെച്ചാൽ അവരാണ്. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പിന്നെ നാട്ടിലെ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് ആണ് എന്ന് പറഞ്ഞു. എന്നാൽ ആരായിരിക്കണം ഖാദി? അതാ പറയുന്നത്. വശർത്തുൽ ഖാദി,
ഖാദിയാവുന്ന വ്യക്തിക്കുള്ള ഷർത്ത്, ഒരാളെ ഇസ്ലാം ശരീഅത്തനുസരിച്ച് ഖാദിയായി നിശ്ചയിക്കണമെങ്കിൽ കൗനുഹു മുസ്ലിമ, ഖാദി മുസ്ലിമാവണം. മുസ്ലിം അല്ലാത്ത ഒരു ഖാദി ഇസ്ലാം ശരീഅത്തനുസരിച്ചുള്ള വിധിവിലക്കുകൾ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് നിയമിക്കാൻ പാടില്ല. അയാളെല്ലാ യോഗ്യതയും നേടിയ വലിയ മഹാപണ്ഡിതനാണെങ്കിൽ പോലും മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രത്തിലെ ഭരണാധികാരിയുടെ കീഴിലുള്ള ഖാദി എന്ന നിലക്ക് സേവനം ചെയ്യാൻ യോഗ്യതയില്ല. മുസ്ലിം ആവലാണ് ഒന്നാമത്തെ യോഗ്യത. അതോടുകൂടി മുക്കല്ലഫൻ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവനായിരിക്കണം. ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ഖാദിയാക്കാൻ പിന്നെ പറ്റൂല. മാത്രമല്ല ഹുർറൻ, സ്വതന്ത്രനായിരിക്കണം, അടിമയാകാൻ പാടില്ല. അടിമയാകുമ്പോൾ മറ്റൊരാളുടെ കീഴിലാണല്ലോ. ദക്കറൻ, പുരുഷനായിരിക്കണം. സ്ത്രീയായിട്ട് ഖാദിയെ നിയമിച്ചാൽ ഇസ്ലാം ശരീഅത്തനുസരിച്ച് ആ ഖാദി നിയമനം അസാധുവാ. ഇതൊന്നും ഇപ്പൊ നമ്മളെ നാട്ടിലെ കാരണം, നമ്മളെ നാട് മതേതര ജനാധിപത്യ രാജ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നിബന്ധനകളൊന്നും നമ്മളെ നാട്ടിൽ കാണൂല. ഇസ്ലാം ശരീഅത്തനുസരിച്ച് ഭരിക്കുന്ന ഒരു രാജ്യത്തെ നിയമ പറയുന്നത്. അദിലൻ, അതോടുകൂടി നീതിമാനായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഫാസിക്കായ ആളാവാൻ പാടില്ല. അതില് സ്വാലിഹായ ആളാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. സമീഅൻ, അതോടുകൂടി കേൾവി ശക്തിയുള്ളവനായിരിക്കണം. കാരണം എന്താ, ഈ കക്ഷികളുടെ വിസ്താര സമയത്ത് സാക്ഷി മൊഴിയും കക്ഷിയുടെ മൊഴിയും ഒക്കെ കേട്ട് മനസ്സിലാക്കാനുള്ള കേൾവി ശക്തിയുള്ള ആളാവണം. മാത്രവുമല്ല ബസീറൻ, തെളിവുകൾ നോക്കിക്കാണാനും സാക്ഷികളെയും ആലിമാണെങ്കിൽ പോലും. മാത്രമല്ല നാത്തിക്കൻ, സംസാരശേഷിയുള്ളവനാണ്. കേൾവിയും കാഴ്ചയൊക്കെ ഉണ്ട്, പക്ഷെ മുണ്ടാൻ വയ്യെങ്കിൽ കാര്യങ്ങൾ വേണ്ടതുപോലെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ചോദിച്ച് മനസ്സിലാക്കാനും കഴിയില്ലല്ലോ. അപ്പൊ കേൾവി, കാഴ്ച, സംസാരശേഷി എന്നിവയുള്ളവനായതോടുകൂടി കാഫിയൻ, കാര്യത്തിന് മതിയാവുന്നവനാവണം. അതിന്റെയൊക്കെ പുറമെ ചില ആളുകൾ ഉണ്ടാവും ഇങ്ങനെ ഒരു എണ്ണ ജാതി, ഒരു കാര്യത്തിന് മതിയാകാത്ത ആള്. അങ്ങനത്തെ ആളുകളെ ഖാദിയാക്കിയിട്ടുള്ള അതൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അവസാനം പറയുന്നതാണ് പ്രശ്നം. മുജ്തഹിദൻ, മുജ്തഹിദുമായിരിക്കണം. ചുരുങ്ങിയത് മദ്ഹബിലെ മുജ്തഹിദ്, അതുമില്ലെങ്കിൽ തർജീഹിന്റെ മുജ്തഹിദ് എങ്കിലും ആവണം. എന്ന് പറഞ്ഞാൽ നബി ഇമാമിനെ പോലെ റാഫി ഇമാമിനെ പോലെയുള്ള ആളുകളെങ്കിലും ആവണം. അത് കീഴ്പ്പെട്ട് വന്നാൽ പിന്നെ ഖാദിയാവാൻ പറ്റൂലാണ്. മദ്ഹബിലെ തർജീഹിന്റെ ഇജ്തിഹാദെങ്കിലും യോഗ്യത എത്തിയ ആളായിരിക്കണം. ശരിക്ക് മേൽ ഖാദിയായിട്ട് വെക്കണമെങ്കിൽ മുജ്തഹിദ് മുത്ലഖ് തന്നെ ആവണം എന്നാ. ഷാഫി ഇമാമിനെ പോലെയൊക്കെ ഉള്ള ആളാവണം. ഇതാണ് യഥാർത്ഥ അസ്ലി ഖാദി. പിന്നെ അതില്ലാതിരിക്കുമ്പോൾ വരുന്നൊക്കെ വെറൂറത്തിന്റെ ഖാദി എന്നാ പറയാം. ഇന്നൊക്കെ നിലവിലുള്ള ഖാദിമാരൊക്കെ വെറൂറത്തിന്റെ ഖാദി എന്ന് പറഞ്ഞാൽ മുസ്ലിം രാജ്യത്ത് ഇസ്ലാമികമായ വിധിവിലക്കുകൾ നടത്താൻ ഖാദി ഉണ്ടായേ പറ്റൂ. ശരിക്ക് ആ സ്ഥാനത്ത് നിൽക്കേണ്ടത് മുജ്തഹിദാണ്. പക്ഷെ മുജ്തഹിദ് ഇല്ല. മുജ്തഹിദായ ഒരാളെ ലഭിക്കാത്ത ഒരു സാഹചര്യം ലോകത്ത് വന്നാൽ അപ്പൊ പിന്നെ നെടുമ്പന പോകുമ്പോ കുറുമ്പന നെടുമ്പന എന്ന് പറഞ്ഞിട്ടൊരു നാടൻ ശൈലിയുണ്ട്. എന്ന് പറഞ്ഞാൽ നെടുമ്പന എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ വലിയ പന, അതാ വേണ്ടേ. അതില്ലെങ്കിൽ പിന്നെ അതിന്റെ ചെറിയത് ഉള്ളിലേക്ക് വലിയത് എന്ന നിലക്ക് പറ്റും. അതിനാണ് വെറൂറത്തിന്റെ ഖാദി എന്ന് പറയുന്നത്. ഇത് ഹഖീഖിയായ ഖാദിയാണ്. യഥാർത്ഥ ഖാദി ആവണമെങ്കിൽ മുജ്തഹിദായിരിക്കണം. മുജ്തഹിദല്ലാത്ത ഒരാള് യഥാർത്ഥ ഖാദി ആവൂല. പിന്നെ ആക്കുന്നത് വെറൂറത്തിന്റെ ഖാദി. അഞ്ഞു പിന്നെ പറയും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ ചെയ്യാം. അതിന്റെ പുറമെ ഇതിപ്പോ നിർബന്ധമാണ്. ഇത്രയും പറഞ്ഞത് മുസ്ലിം ആവുക, മുക്കല്ലഫാവുക, സ്വതന്ത്രനാവുക, പുരുഷനാവുക, നീതിമാനാവുക, കേൾവി, കാഴ്ച, സംസാരശേഷി എന്നിവയുള്ളവനാവുക, കാര്യത്തിന് മതിയാവുന്നവനാകുക, മുജ്തഹിദാകുക. 10 കാര്യങ്ങൾ ഷർത്ത്. ഇനി സുന്നത്തായ കാര്യങ്ങൾ പറയാം. ഈ 10 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഖാദിയാകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഖാദിയാകാൻ പറ്റൂല യഥാർത്ഥ ഖാദി. യുന്ദബു, സുന്നത്താക്കപ്പെടും. അയ്യക്കൂന, ഖാദി ആവൽ ഷദീദൻ, ആള് കുറച്ച് ഗൗരവമുള്ളവനാവണം. എന്നാൽ ബിലാ ഉനുഫിൻ,
പരിക്കനാവരുത്. അങ്ങനെയുണ്ടല്ലോ, ആളുകൾക്ക് പെരുമാറാനും സംസാരിക്കാനും പറ്റാത്ത നിലക്കുള്ള പരിക്കൻ സ്വഭാവമാവരുത്. എന്നാൽ കുറച്ച് കാർക്കശ്യമുള്ള ആള് ആവുമാണ്. വെറും അഴകുഴമ്പനായിട്ട് ഇങ്ങനെ കൊഞ്ചി കൊഞ്ഞുകൊണ്ട് നടക്കണവനെ കാളിയാകാൻ പറ്റൂല. അതിനെ കുറച്ച് ശിദ്ധത്തുള്ള ആളാവണം. എന്നാൽ ശിദ്ധത്ത് എന്ന് പറഞ്ഞാൽ അത് അധികരിച്ചു പോയാൽ ഉനുഫാവും എന്ന് പറഞ്ഞാൽ കാർക്കശ്യം, പരിക്കൽ അങ്ങനെ വരാനും പാടില്ല. അതാണ് പറയുന്നത്. ലയ്യനൻ, ആള് ഇടപഴകാൻ മാർദ്ദവമുള്ള സ്വഭാവക്കാരനായിരിക്കണം. എന്നാൽ ബിലാഗോഫിൻ, ബലഹീനത ഇട്ട് വരാനും പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യമായ കുറച്ചൊരു കാർക്കശ്യവും വേണം, അതോടുകൂടി കുറെ എന്തും വേണം, മയത്തിലുള്ള പെരുമാറ്റം വേണം. രണ്ടിന്റെയും ഇടയിലാണെന്നർത്ഥം. പച്ചങ്ങട്ട് അയകുഴമ്പനാകാനും പാടില്ല, ഒരു പരിക്കൻ സ്വഭാവക്കാരൻ അങ്ങനെയാവാൻ പാടില്ല എന്നർത്ഥം. അത് സുന്നത്ത. അതൊക്കെ വ്യക്തം. ഇതിലൊന്ന് വിശദീകരിക്കേണ്ടത് ആരാണ് മുജ്തഹിദ് എന്ന. ഫഖീഹ് എന്ന് പറഞ്ഞാലും മുജ്തഹിദ് എന്ന് പറഞ്ഞാലും ഒക്കെ ഏകദേശം ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ആരാണ് മുജ്തഹിദ്? വൽ മുജ്തഹിദു, മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ വേറെ ഇജ്തിഹാദിന് യോഗ്യതയുള്ള ആള്. ആരാണ് ഇജ്തിഹാദിന് യോഗ്യതയുള്ളവൻ? ഹുവ അൽ ആരിഫു, അറിവുള്ളവനാണ്. ബി അഹ്കാമിൽ ഖുർആൻ, ഖുർആനികമായ വിധിവിലക്കുകളെ പറ്റി സൂക്ഷ്മമായ അറിവുണ്ടായിരിക്കണം. പരിഭാഷ വായിച്ച് അറബിയിലുള്ള ഖുർആനു ഷരീഫ് നോക്കി ഓതാൻ പോലും തെറ്റില്ലാതെ കിട്ടാത്ത ചില പടുജാഹിലുകളാണെന്ന് മുജ്തഹിദ് മുത്തലഖ് ചവഞ്ഞ് നടക്കുന്നത്. എന്താണ് ഈ അഹ്കാമുൽ ഖുർആൻ കൊണ്ടുള്ള ആരിഫ് എന്ന് പറഞ്ഞാൽ? മിനൽ ആമ്മി വൽ ഖാസി വൽ മുജ്മലി വൽ മുബയ്യനി വൽ മുത്ലഖി വൽ മുഖയ്യദി വൻ നസ്സി വല്ലാഹി വൻ നാസിഖ് വൽ മൻസൂഖ് വൽ മുഹ്കമി വൽ മുതശാബിഹ്. കേട്ടോ, അത് കേൾക്കാൻ നല്ല എളുപ്പമുണ്ട്. ഉസൂലിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതൊന്നും പഠിച്ചു നോക്കണം. അപ്പോഴേ ഖുർആനിനെ പറ്റിയിട്ടുള്ള അറിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം വിപുലമാണത്. എന്ന് ഖുർആനിൽ ഉള്ള പ്രയോഗങ്ങളിൽ പൊതുവായ പ്രയോഗം ഏതൊക്കെയാണ് എന്നും വൽ ഖാസ് പ്രത്യേകമായ പ്രയോഗം ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഖുർആനിലെ ഒരു ആയത്തിൽ ഒരു വിഷയം പരാമർശിച്ചാൽ അത് പൊതുവായ പരാമർശമാണോ അല്ല പ്രത്യേകമായ ഒരു വിഷയത്തെ മാത്രം ആസ്പദമാക്കിക്കൊണ്ടുള്ള ഖാസായ പ്രയോഗമാണോ? അതുപോലെ തന്നെ വൽ മുജ്മലി വൽ മുബയ്യനി, അതുകൊണ്ടുള്ള ഉദ്ദേശം സ്ഫുടമായ നിലക്ക് വ്യക്തമാവുന്നതാണോ അവ്യക്തമാവുന്നതാണോ? വൽ മുത്ലഖി വൽ മുഖയ്യദി, ഖുർആനിൽ പറയപ്പെട്ട ഒരു നിയമം സോപാധികമാണോ അതല്ല നിരുപാധികമാണോ? വൻ നസ്സി വൽ ളാഹിരി, വ്യാഖ്യാനിക്കാൻ പറ്റാത്ത നിലക്ക് സുവ്യക്തമാണോ അതല്ല ബാഹ്യമായി അങ്ങനെയാണെങ്കിലും വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണോ? നാസിഖ് മൻസൂഖ് എന്ന ദുർബലപ്പെട്ടതും ദുർബലപ്പെടുത്തിയതും ഏതൊക്കെയാണ് എന്നും വക്കം വിധി വിലക്കുകൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതാണ്, മുതശാബിഹി അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്തത് ഏതാണ്. ഇങ്ങനെ ഖുർആനികമായ വിധി വിലക്കുകളെ സംബന്ധിച്ച് ആധികാരികമായ അറിവുണ്ടായിരിക്കണം. ഇതാണ് മുജ്തഹിദിന്റെ ഒന്നാമത്തെ യോഗ്യത. അങ്ങനത്തെ ആളുകൾ തന്നെ ലോകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ 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 അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. ആട്ടെ, അതുകൊണ്ട് മാത്രമായില്ല. വബി അഹ്കാമി സുന്നത്തി, തിരുസുന്നത്തിന്റെ വിധിവിലക്കുകളും അതും അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഹദീസിനെ സംബന്ധിച്ച് അത് മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ അബദ്ധത്തിൽ പോലും തെറ്റുപറ്റാൻ സാധ്യതയില്ലാത്ത അത്രയും പരമ്പരയിലൂടെ സ്ഥിരപ്പെട്ടതാണോ അല്ല ആഹാദാണോ? മുത്തവാത്തിർ അല്ലാത്ത ഒക്കെ പിന്നെ ആഹാദ് തന്നെ. അതുപോലെ തന്നെ മർഫൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ളതാണോ അതല്ല മൗഖൂഫ് സഹാബാക്കിറാമുകളിൽ നിന്നിട്ടുള്ളതാണോ? അത് തന്നെ മുത്തസിലാണോ മുർസലാണോ ഇടയ്ക്ക് ആളെ വിട്ടുകൊണ്ടുള്ള റിവായത്താണോ അല്ല സനദ് മുറിയാതുള്ളതാണോ എന്ന് തുടങ്ങിയ അതിന്റെ റിവായത്ത് സംബന്ധമായ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. മാത്രം പോരാ ബി ഹാലി റുവാത്തി, ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന റിപ്പോർട്ടർമാരുടെ അവസ്ഥയെ സംബന്ധിച്ചും അവനറിയണം. ഖുവ്വത്തൻ വ മുഅ്ഫൻ, അതിൽ ശക്തരായ സ്വീകാരികൾ ആരൊക്കെയാണ്, ബലഹീനരായ റാവികൾ ആരൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഒരു റാവി ബലഹീനമായത് എന്ന് തുടങ്ങിയ റിപ്പോർട്ട് സംബന്ധമായ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പൊ ഹദീസിന്റെ ബലാബലവും
റിപ്പോർട്ടർമാരുടെ ഗുണഗണങ്ങളും ഉൾപ്പെടെ ഹദീസുമായി ബന്ധപ്പെട്ട സകല വിജ്ഞാനങ്ങളിലും അവഗാഹം നേടിയിരിക്കുകയും വേണം. എന്നാ മതിയോ? പോരാ, പിന്നീട് ഒരു മുജ്തഹിദിനെ സംബന്ധിച്ച് അനിവാര്യമായതാണ് വബിൽ ഖിയാസി ബി അൻവാഇഹി, ഖിയാസിന്റെ ഇനങ്ങൾ 3 ഇനം. ഖിയാസ് ജലീ എന്നും ഖിയാസ് മുസാവി എന്നും ഖിയാസ് അദ്വന് എന്നും പറഞ്ഞിട്ട് 3 തരത്തിലുള്ള ഖിയാസ് ഉണ്ട്. അതിന്റെ വിവിധ ഭാഗങ്ങളും നിബന്ധനകളും സംബന്ധിച്ചും വ്യക്തമായ അറിവും ബോധവുമുള്ളവനായിരിക്കണം. അങ്ങനെ ഖുർആനികമായും സുന്നത്ത് സംബന്ധമായുമുള്ള വിപുലമായ അറിവിന്റെ പുറമെ ഖിയാസ് സംബന്ധമായ വ്യക്തമായ അറിവും ഉണ്ടായിക്കഴിഞ്ഞാലും പോരാ, വബിലിസാനിൽ അറബി, അറബി ഭാഷാ സംബന്ധമായ പരിജ്ഞാനത്തിലും അവഗാഹം നേടിയവനായിരിക്കണം. ലോഹത്തൻ, ഭാഷാശൈലിയും മനസ്സിലാവണം. വനഹ്വൻ, നഹ്വ് അഥവാ പദാന്ത്യ അവസ്ഥ ചർച്ച ചെയ്യുന്ന വിജ്ഞാനാണ് നഹ്വ് എന്ന് പറയുന്നത്. സർഫ് എന്ന് പറഞ്ഞാൽ പദോൽപത്തി സംബന്ധമായ വിജ്ഞാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സർഫ്. വബലാഗ, അതിന്റെ സാഹിത്യ സംബന്ധമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ബലാഗ. ഇങ്ങനെ ഭാഷാപരമായ വിജ്ഞാനങ്ങളിലും അവഗാഹമുണ്ടായിരിക്കണം. കാരണം എന്തുകൊണ്ട്? അറബി ഭാഷയിലെ ഏറ്റവും അത്യുന്നത സാഹിത്യ സൃഷ്ടിയാണ് തിരുസുന്നത്ത്. ഏറ്റവും ഉന്നതമായ സാഹിത്യമാണ് വിശുദ്ധ ഖുർആൻ. അപ്പൊ അതുകൊണ്ട് ഭാഷാപരമായ വിജ്ഞാനങ്ങളിലും അവഗാഹം നേടിയെങ്കിലേ ഖുർആനും സുന്നത്തും മനസ്സിലാക്കാനുള്ള, അതിൽ നിന്നിട്ട് വിധിവിലക്കുകൾ കണ്ടെത്താനുള്ള യോഗ്യത ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടായാലും പോരാ, വബി അഖ്വാലിൽ ഉലമായി, മഹാന്മാരായ മുജ്തഹിദുകളുടെ ഖൗലുകളെ പറ്റിയും വ്യക്തമായ അറിവുണ്ടായിരിക്കണം. അല്ലുലമാ എന്ന് പറഞ്ഞാൽ മുജ്തഹിദീങ്ങൾ. കഴിഞ്ഞു പോയ കാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്റെ കാലം തൊട്ടാണല്ലോ അവരുടെ പരമ്പര തുടങ്ങുന്നത്. സഹാബത്തിന്റെ കാലം തൊട്ട് ഫമൻ ബഅദഹും, പിന്നീട് ഇന്നോളമുണ്ടായ ലോകത്തറിയപ്പെട്ട മുജ്തഹിദീങ്ങളുടെ ഖൗലുകൾ അവന് വ്യക്തമായി അറിഞ്ഞിരിക്കണം. എങ്ങനെ അറിഞ്ഞിരിക്കണം? ഇജ്മാഅൻ വഖ്തിലാഫൻ, ഏതൊക്കെ മസ്അലകളിലാണ് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇജ്മാ ഉണ്ടായത് എങ്കിൽ അത് വ്യക്തമായി അറിഞ്ഞിരിക്കണം. സ്വഹാബത്തിന്റെ കാലത്ത് ഏതൊക്കെ വിഷയങ്ങളിൽ ഇജ്മാ ഉണ്ട്, താബീങ്ങളുടെ കാലത്ത് ഏതൊക്കെ വിഷയങ്ങളിൽ ഇജ്മാ ഉണ്ട്, താബീങ്ങളുടെ കാലത്ത് ഏതൊക്കെ കാര്യത്തിൽ ഇജ്മാ ഉണ്ട് എന്നും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ കാലത്ത് ഏതൊക്കെ മസ്അലയിൽ എത്ര അഭിപ്രായ വ്യത്യാസമുണ്ട്, 2 കൗലുണ്ടോ, 4 കൗലുണ്ടോ, 7 കൗലുണ്ടോ, 11 കൗലുണ്ടോ, എത്ര കൗലാണുള്ളത് അതറിയണം. അതുപോലെ തന്നെ താബീങ്ങളുടെയും താബീങ്ങളുടെയും കാലത്ത് ഏതൊക്കെ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ, അത് എത്ര കൗലുണ്ട് എന്ന് തുടങ്ങി വിശദമായി അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എല്ലാ ഗുണവും മൊത്തൊരു മുജ്തഹിദ് പിൽക്കാലത്തുണ്ടായി നോക്കുക. എന്നാൽ അയാൾക്ക് ഖുർആനും ഹദീസും മറച്ചു വെച്ച് ഇജ്തിഹാദ് ചെയ്ത് വിധിവിലക്കുകൾ കണ്ടെത്താൻ പാടില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് സ്വഹാബത്തിന്റെ കാലം മുതൽ ഇന്നോളം ഒരു മസ്അലയിൽ സഹാബത്ത് മുതൽ ഇന്ന് വരെയുള്ള മുജ്തഹിദീങ്ങൾ ഐക്യകണ്ഠേന ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഇജ്തിഹാദ് ചെയ്യാനോ അഭിപ്രായം പറയാനോ പിന്നീട് വരുന്ന ഒരു മുജ്തഹിദിനും അധികാരമില്ല. ഇനി അങ്ങനെയല്ല, സ്വഹാബത്തിനോ അതിനുശേഷമുള്ള കാലത്തോ ഉള്ള മുജ്തഹിദീങ്ങൾക്ക് ഒരു വിഷയത്തിൽ ഒന്നിലധികം കൗലുകൾ ഉണ്ടെങ്കിൽ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കൗല് സ്വീകരിക്കാനല്ലാതെ പുതിയൊരു കൗല് കണ്ടെത്താൻ പിന്നീട് വരുന്ന മുജ്തഹിദിന് അധികാരമില്ല. അപ്പൊ ചുരുക്കത്തിൽ പിൽക്കാലത്ത് വരുന്ന മുജ്തഹിദീങ്ങൾക്കുള്ള ഡ്യൂട്ടി പൂർവകാലങ്ങളിൽ നിലവിലില്ലാത്ത പുതിയ വല്ല പ്രശ്നവും ഉടലെടുത്താൽ അതിന്റെ വിധിവിലക്കുകൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഇജ്മാഇന്റെയും ഖിയാസിന്റെയും മാർഗത്തിൽ കണ്ടെത്തുക എന്നതാണ്. അല്ലെങ്കിൽ ഇപ്പൊ വഹാബികൾ പറയും പോലെ ഓരോ കൊല്ലം ഓരോരുത്തർക്കും ഓരോ ദീനീകാരം, അത് ഇസ്ലാമാവില്ലല്ലോ. അതുകൊണ്ടാണ് ഇജ്മാ ഒരു കാലത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ഖിയാമത്ത് നാൾ വരെ ആ ഇജ്മാനെ ഗണ്ണിക്കാൻ ഒരാൾക്കും പറ്റൂല. ഇനി 2 അഭിപ്രായമാണ് ഒരു കാലത്തുള്ളത്, അല്ലെങ്കിൽ 4 അഭിപ്രായമാണ് ഒരു വിഷയത്തിലുള്ളത്, അതിൽ 5ാമത്തെ അഭിപ്രായം ഉണ്ടാക്കാൻ ഒരാൾക്കും പാടില്ല. ആ ഉള്ള ഏതെങ്കിലും ഒന്നിനെ പിന്തുണക്കാം. പിന്നെ പുതിയ മുജ്തഹിദിന്റെ ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ
പ്രശ്നങ്ങൾ പുതിയത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ കാലത്തിനനുസരിച്ച്. മുമ്പ് നിലവിലില്ലാത്ത ഒരു പുതിയ പ്രശ്നം ഉടലെടുത്തു. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ക്ലോണിംഗ്, മനുഷ്യനെ ക്ലോൺ ചെയ്ത് സൃഷ്ടിക്കുന്നു എന്ന് വെക്കുക. അങ്ങനെ വരുമ്പോൾ മുമ്പ് അങ്ങനെ ക്ലോണിംഗ് നടത്തിയ ചരിത്രം ഇല്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായി അതിനെ സംബന്ധിച്ചൊരു ഇജ്മാഅോ അല്ലെങ്കിൽ ഒന്നിലധികം ഖൗലോ മുമ്പ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ അത് സംബന്ധിച്ച വിധി എന്താണ് എന്ന് ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ഇജ്മാഇന്റെയും ഖിയാസിന്റെയും വെളിച്ചത്തിൽ കണ്ടെത്തി അതിന്റെ വിധി പ്രഖ്യാപിക്കൽ മാത്രമാണ് മുജ്തഹിദ്. അപ്പൊ ഓരോ കാലങ്ങളിലും പൂർവ്വകാലത്ത് ഒന്നും ഉണ്ടായിട്ടില്ലാത്ത പുതിയതായ വല്ല പ്രശ്നങ്ങളും ഉടലെടുക്കുമ്പോൾ ആ പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഇജ്തിഹാദ് മാത്രമാണ് എല്ലാ നിബന്ധനയും മൊത്തം ഒരു മുജ്തഹിദിന് തന്നെ ചെയ്യാനുള്ളത്. അല്ലാതെ ഈ പണിക്കര് രാശിവെക്കും പോലെ കവടി നിരത്തിയിട്ട് പ്രവചിക്കുന്നതിനല്ല ഇജ്തിഹാദ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാം പരസ്പരം കൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന ചങ്ങലക്കണ്ണി പോലത്തെ ശൃംഖലയാണ്. അത് സഹാബാക്കളുടെ കാലത്തുള്ളതും താബികളുടെ കാലത്തുള്ളതും താബികളുടെ കാലത്തുള്ളതും അവരുടെ ശേഷമുള്ളതും അതൊക്കെ ഒരു മാറ്റമില്ലാതെ അങ്ങനെ നിലനിൽക്കണം. അതിലൊന്നും കൈവെക്കാൻ പിന്നീട് വരുന്നവർക്ക് പാടില്ല. അല്ലെങ്കിൽ ഇസ്ലാം അല്ലാതാവും. എന്നാൽ ഈ ഇജ്തിഹാദ് പിന്നെയും ആവശ്യം വരും. എന്തുകൊണ്ട്? മുമ്പില്ലാത്ത പുതിയ പ്രശ്നങ്ങൾ ലോകത്തുടലെടുക്കല്ലേ. ആ പ്രശ്നങ്ങളുടെ വിധിവിലക്കുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഇജ്തിഹാദാണ് ചെയ്യുന്നത്. എന്തിനാണ് പൂർവികരായ ഇമാമിയങ്ങൾക്ക് ഇജ്മാഅോ ഇഖ്തിലാഫോ ഉണ്ടെങ്കിൽ അത് പിന്നീട് വരുന്ന മുജ്തഹിദ് അറിയൽ ഷർത്താണെന്ന് പറയാൻ കാരണം, ഈ പിന്നീട് വന്ന മുജ്തഹിദ് എതിരാവാതിരിക്കാൻ വേണ്ടി ഇജ്തിഹാദി അയാളുടെ ഇജ്തിഹാദ് കൊണ്ട് ഇജ്മാഅഹും മുമ്പ് കഴിഞ്ഞ മുജ്തഹിദീങ്ങളുടെ ഇജ്മാഇന് എതിരാവാതിരിക്കാൻ വേണ്ടി. ആ ഇജ്മാഉള്ളതിലും അങ്ങനെ തന്നെ ഇഖ്തിലാഫുള്ളതിലും അങ്ങനെ തന്നെ. എന്ന് പറഞ്ഞാൽ 4 കാലിലാണ് ഒരു വിഷയത്തിൽ ഉള്ളതെന്ന് വെച്ചാൽ അതാണ് ഇജ്മാഅ്. ഒരു കാലഘട്ടത്തിൽ ഒരു വിഷയത്തിൽ 4 അഭിപ്രായം മുജ്തഹിദീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 4 ഉള്ള ഇജ്മാഅ് ഉണ്ട് എന്ന് പറയും. 5ാമത്തെ ഖൗല് പറയാൻ പാടില്ല. ഈ 4 ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. അങ്ങനെയൊന്നും ഇല്ലാത്ത വിഷയത്തിൽ മാത്രം ഇജ്തിഹാദ് ചെയ്യുമ്പോഴേ ഇസ്ലാമിന്റെ പൂർണ്ണരൂപം ആവുള്ളൂ. അല്ലെങ്കിൽ പല ഇസ്ലാം വഹാബി മതം നിലവിൽ 8 എന്ന് പറഞ്ഞതുപോലെ ആ 8ലും 18ലും ഒന്നും നിൽക്കൂല. കാരണം ഓരോരുത്തരും വായിൽ തോന്നിയതൊക്കെ കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ ഓരോ വഹാബി പുരോഹിതനും സ്റ്റേജിൽ കയറുമ്പം വായിൽ വന്നതൊക്കെ വിളിച്ചു പോവുക. അതൊക്കെ ഇസ്ലാമായി സ്വീകരിച്ച് നടക്കാൻ കുറച്ച് വഹാബി കുഞ്ഞാടുകളും. മനസ്സിലായില്ലേ? പാതിരി പറയുന്നത് നസ്രാണിക്ക് മതം എന്ന് പറഞ്ഞതുപോലെ വഹാബി പാതിരി പറയുന്നതൊക്കെ കുഞ്ഞാടുകൾക്ക് മതാണ്. അതേ സമയത്ത് ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും അനുസരിച്ച് പൂർവികരായ ഇമാമുകൾ ആധികാരികമായി പറഞ്ഞതോ അതൊക്കെ അന്ധവിശ്വാസം, ഖുറാഫാത്ത്, അതൊന്നും സ്വീകരിച്ചുകൂടാ. അവൻ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇജ്തിഹാദിന് ഇങ്ങനെ പ്രത്യേക ഒരു ഷർത്ത് പറഞ്ഞത്. പൂർവികർ എന്തോ ഇജ്മാ ഖിലാഫോ ഉണ്ടോ അതിൽ അവിടെ തന്നെ ഒതുങ്ങി നിന്നോളൂ. അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ പിന്നീട് വരുന്ന ഒരൊറ്റ മുജ്തഹിദിനും അധികാരമില്ല. ഇല്ലെങ്കിൽ പറഞ്ഞേക്കന്നെ തൗഹീദ് 2002, തൗഹീദ് 2012, തൗഹീദ് 2013 എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ കൊല്ലം തോറും അപ്ഡേറ്റ് ചെയ്ത് പഴയ കാലത്തുള്ള ഇസ്ലാം അപ്രത്യക്ഷമായി പുതിയ ഇസ്ലാമുകൾ വന്നുകൊണ്ടിരിക്കും. അത് വരാതിരിക്കണമെങ്കിൽ ഈ ശൃംഖല ഭദ്രമായി സൂക്ഷിച്ചിരിക്കണം. സഹാബത്തിന്റെ കാലത്ത് ഒരു വിഷയത്തിൽ ഇജ്മാഅ് ഉണ്ടെങ്കിൽ അതിൽ ഇനി കൈവെക്കാൻ ഒരാൾക്കും അധികാരമില്ല. താബികളുടെയോ താബികളുടെ കാലത്ത് ഒരു വിഷയത്തിൽ ഇജ്മാഅ് ഉണ്ടെങ്കിൽ അതിൽ കൈവെക്കാൻ പിന്നീട് വരുന്നവർക്ക് അധികാരമില്ല. ഇനി ഇജ്മാഅ് വേണ്ട, 4 ഖൗലുണ്ട് അല്ലെങ്കിൽ 5 ഖൗലുണ്ട് അല്ലെങ്കിൽ 10 ഖൗലുണ്ട് ഒരു കാലഘട്ടത്തിൽ, എന്നാ 11ാമത്തെ ഒന്നും ഇനി അഭിപ്രായം പറയാൻ ആർക്കും പാടില്ല. ഈ പറഞ്ഞ 10ൽപ്പെട്ട അല്ലെങ്കിൽ 11ൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനേ പറ്റൂ. ഇനി പിന്നെ പുതിയ കൈവെക്കണ്ട ഇവിടെ ഇജ്മാഅ് കൊണ്ടോ ഇഖ്തിലാഫ് കൊണ്ടോ മുൻകാലത്തുള്ള ഇമാമിങ്ങൾക്ക് ഖൗലില്ലാത്ത പുതിയതായ വല്ല പ്രശ്നവും ഉടലെടുക്കുന്നിടത്ത് മാത്രമേ ഇജ്തിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു നിയമം കണ്ടെത്താൻ യോഗ്യനായ ഈ പറഞ്ഞ നിബന്ധനയൊക്കെ ആൾക്ക് അധികാരമുണ്ടാവുകയുള്ളൂ. അങ്ങനത്തെ ഒരു പൂർണ്ണമായ മുജ്തഹിദ് ഏതായാലും 3ാം നൂറ്റാണ്ടിന് ശേഷം വന്നിട്ടില്ല.
സ്വതന്ത്രമായ മുജ്തഹിദ്. എന്നാൽ മുന്തസിബായ മുജ്തഹിദുകൾ പിന്നെയും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കീഴ്പ്പെട്ട് അസ്ഹാബുൽ വുജൂഹ് എന്ന് പറയുന്ന മുജ്തഹിദുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ശേഷം നബി ഇമാമിനെ പോലെ റാഫി ഇമാമിനെയൊക്കെ പോലെയുള്ള തർജീഹിന്റെ മുജ്തഹിദുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊക്കെ ഉള്ളവർക്ക് ആ ബാബ് അറിഞ്ഞ് എവിടെ കിടക്കുന്നത്? ഹിക്കായത്തിന്റെ ബാബ് മർത്തബയിലാണ്. ഹിക്കായത്ത് എന്ന് പറഞ്ഞാൽ മുമ്പുള്ള ഇമാമിയങ്ങൾ ഇന്നോട്ട് പറഞ്ഞിട്ടുണ്ട്. ത്വഫീൽ നബി ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിഹായയിൽ റംലി ഇമാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മോനിയില് ഖതീബ് ശർബീനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനല്ലാതെ ഹിക്കായത്ത് ചെയ്യാനല്ലാതെ ഇന്ന് ഫത്വ ചെയ്യാൻ അധികാരമുള്ള ആലിമീങ്ങൾ ആരുമില്ല. നമ്മളൊക്കെ ഫത്വ പറയാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അല്ല, നമ്മളെ ഇന്ന് കാലത്ത് ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങൾ, നമ്മളെ പോലത്തെ മുത്തലിമീങ്ങളല്ല. ആലിമീങ്ങളൊക്കെ ഫത്വ പറയാ എന്ന് പറഞ്ഞാൽ അതൊരു ജാതി നാടൻ ഫത്വേ എന്ന് പറഞ്ഞാൽ ഫത്വ ഔദ്യോഗികമല്ല, മറിച്ച് അവർ ചെയ്യുന്ന എന്താണ്? ഹിക്കായത്താണ്. എന്ന് പറഞ്ഞാൽ ഇന്ന ഇമാമ്, ഉദാഹരണം നബി ഇമാമു തങ്ങള് അല്ലെങ്കിൽ റാഫി ഇമാമു തങ്ങള്, അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങള് ഇന്ന കിതാബിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാ, അതിന് പറയാ ഹിക്കായത്ത് എന്നാ. അതിന് ഇന്നുള്ള ആളുകൾക്കൊക്കെ അധികാരമുള്ളൂ. അതിന്റെ അമ്മയപ്പെട്ടു പോയവരുന്നില്ല. അതാ കാരണം. അപ്പോ ഖാദി മുജ്തഹിദ് ആവണം എന്ന് പറഞ്ഞപ്പോ ആരാണ് മുജ്തഹിദ് എന്നൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഇപ്പൊ മുജ്തഹിദീങ്ങൾ ആയ ഖാദിയാണ് ഹഖീഖിയായ ഖാദി അഥവാ യഥാർത്ഥ ഖാദി. ഇനി അതില്ലാതിരിക്കും എന്താ പറയുന്നത്? ഇനി പറയുന്നുണ്ട്, വലാ യസിഹു, ശരിയാവുകയില്ല, അൽ ഖളാഉ, ഖാദിയാവല്, വിധി പറയല്, എങ്ങനെയല്ലാതെ ഇല്ലാതെ തൗലിയത്തിൽ ഇമാമി, ഒരു പക്ഷേ നാട്ടിലെ ഖലീഫ മുസ്ലിം ഭരണാധികാരിയാവുന്ന ഇമാമ് നിയമിക്കണം, അയാൾക്കേ ഖാദി അധികാരം കിട്ടുള്ളൂ. അതില്ലെങ്കിൽ ഔനായി ബിഹി, ഇമാമ് നേരിട്ട് നിയമിച്ചോളുന്നില്ല. ഉദാഹരണം, ഒരു ഖലീഫ ഓരോ സ്റ്റേറ്റിലും ഓരോ അമീറന്മാരെ നിശ്ചയിച്ചു. ഈ അമീറന്മാരെ അവരുടെ കീഴിൽ ഖാദിമാരെ നിയമിക്കാം. അമീർ യഥാർത്ഥത്തിൽ ഇമാമല്ല, ഇമാമിന്റെ നായിബാണ്. ഈ ഇമാമിന്റെ നായിബാവുന്ന അമീർ അയാളുടെ കീഴിലുള്ള പ്രദേശങ്ങളിൽ അദ്ദേഹത്തിന് ഖാദിയെ നിയമിക്കാൻ അധികാരമുണ്ട്. അതിപ്പോ മുസ്ലിം ഭരണം നടക്കുന്നോർത്ത്. എന്നാൽ ഈ ഇമാമ് തന്നെ ആരെയാണ് നിയമിക്കേണ്ടത്? ഒരായുവല്ലി, ഇമാമോ ഇമാമിന്റെ പകരക്കാരനാവുന്ന നായിബോ ഖാദിയായിട്ട് അധികാരപ്പെടുത്താൻ പാടില്ല. വൈറ അഹ്ലിൻ, ഖാദിയാവാൻ അർഹതയുള്ളവരല്ലാത്ത ആളുകളെ. അതിന് ഖാദിയാകാനുള്ള അർഹത ഉള്ള ആളുകളുണ്ട്, അവരെ നിയമിക്കാം. അർഹത ഇല്ലാത്തവരെ നിയമിക്കാൻ അവർക്കും തന്നെ പാടില്ല. ഇതുപോലെ ഉദാഹരണം, അർഹത ഇല്ലാത്ത ആള് കഫാസിഖിൻ, നേരത്തെ പറഞ്ഞല്ലോ അദിലാവണം എന്ന്. അതിലല്ല ഒരു ഫാസിഖ, ഇറക്ക് കള്ളൊക്കെ കുടിക്കുന്ന അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അങ്ങനത്തെ ഒരാളെ ഖാദിയാക്കാൻ ഇമാമിനും പാടില്ല. ഇനി അതൊന്നുമല്ല, മുഖല്ലിദിൻ, മുജ്തഹിദായ ആൾ ഉണ്ടാവുമ്പോ മുജ്തഹിദല്ലാത്ത മുഖല്ലിദിനെ ഖാദിയായി നിയമിക്കാൻ പാടില്ല. അപ്പൊ എന്താ അവർക്ക് ഇന്ന് ലോകത്തന്നെ മുജ്തഹിദ് ഇല്ലല്ലോ, അപ്പൊ പിന്നെ ഖാദി വേണ്ടേ? അത് വേറെ വിഷയമാണ്. മുജ്തഹിദ് ഉണ്ടാകുമ്പോൾ മുജ്തഹിദ് അല്ലാത്തൊരു മുഖല്ലിദിനെ ഖാദിയായി നിയമിക്കാൻ ഇമാമിന് പാടില്ല, ഇമാമിന്റെ നായിബിനും പാടില്ല എന്നാ പറഞ്ഞത്. അത് ഉണ്ടാവുമ്പോ ഫൈൻ ഫാര, മുജ്തഹിദ് ഉള്ളതോടുകൂടി, അതുപോലെ തന്നെ സ്വാലിഹായ അദിലായ ആളുള്ളതോടുകൂടി ഫാസിഖ് മുഖല്ലിദ് പോലെയുള്ളവരെ ഖാദിയാക്കുക എന്ന് പറഞ്ഞ പ്രവൃത്തി ഇമാമോ നായിബോ ചെയ്താലോ ഫലാ തൻഅഖിദു തൗലിയതുഹു, ഈ നിയമനം നടപ്പിലാവുന്നതല്ല. നിയമിച്ചത് ഇമാമ് തന്നെയാണ് അല്ലെങ്കിൽ ഇമാമിന്റെ നായിബാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഷർത്തൊക്കാത്ത ആളെ ഖാദിയായി നിയമിച്ചാൽ ആ നിയമനം നടപ്പിലാവുകയില്ല. എപ്പോഴല്ലാതെ ഇല്ല ഇദാ ഫുഖിദ അഹ്ലുൻ, യോഗ്യതപ്പെട്ട അർഹതപ്പെട്ട ആള് ഇല്ലാതാവുന്ന സാഹചര്യത്തിൽ വെച്ച്. ഉദാഹരണം, ഒരു നാട്ടിൽ മുജ്തഹിദ് ആരുമില്ല, മുസ്ലിം രാജ്യത്ത് മുജ്തഹിദ് ആരുമില്ല. നോക്കുമ്പോ അങ്ങനെ വന്നാൽ പിന്നെ നല്ല കിതാബ് ഓതി തിരിയുന്ന മസലയൊക്കെ കണ്ടുപിടിച്ച് മനസ്സിലാക്കിയ കിതാബ് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ നിയമിച്ചു. മുഖല്ലിദ് തന്നെയാണ്, ആയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. കാരണം എന്താ, വേറെ ഇല്ലല്ലോ. ഇല്ലാതിരുന്നാൽ പറ്റും. അപ്പൊ അതാ പറഞ്ഞത്, മുജ്തഹിദ് ഉണ്ടാവുമ്പോൾ മുഖല്ലിദിനെ പറ്റൂല, അതിലുണ്ടാവുമ്പോൾ ഫാസിഖിനെ പറ്റൂല എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ ഔക്കാനൗക്കത്തിൻ, അതല്ലെങ്കിൽ ഈ ഭരണാധികാരി അധികാരം പിടിച്ചെടുത്തവനാണ് എന്ന് പറഞ്ഞാൽ അവിടെ അവന്റെ അധികാരം എന്തും നടക്കും, അവനെതിരിൽ അവിടെ ഒന്നും നടക്കൂല. അങ്ങനത്തെ ഒരു നാടാണ്.
ആ സാഹചര്യത്തിൽ ഭരണാധികാരി നിയമിച്ച ആളെ ഖാദിയായി അംഗീകരിക്കാതിരുന്ന നാട്ടിൽ വലിയ കുഴപ്പത്തിനും വിപ്ലവത്തിനും അട്ടിമറിക്കും ഒക്കെ കാരണമാവും. അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. കുഫ്രിയത്ത് വരാത്തിടത്തോളം കാലം നിലവിലുള്ള ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഭരണാധികാരിയാ. ശരിക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ബയ്യത്ത് ചെയ്യപ്പെട്ട ഇമാമൊന്നുമല്ല. അയാള് ബലപ്രയോഗത്തിലൂടെ അധികാരം പിടിച്ചെടുത്ത ആളാണ്. അതാ ഷൗക്കാന്ന് പറഞ്ഞത്. അങ്ങനെ ബലപ്രയോഗത്തിലൂടെ അധികാരം പിടിച്ചെടുത്ത ആളാണ്. അയാൾ ഒരു ഖാദിനെ നിയമിച്ചാൽ നടപ്പിലാവും. അയാൾ മുജ്തഹിദ് അല്ലെങ്കിലും നടപ്പിലാവും, അതിലല്ലെങ്കിലും നടപ്പിലാവും. അത് കാരണം എന്താ, നാട്ടിൽ കുഴപ്പം വരണ്ട എന്നുള്ള നിലക്കാം. ഇനി വേറെ വിഷയം, വജാസ. അപ്പൊ എന്നുള്ള ഖാദിമാര്, മുസ്ലിം ഗവൺമെന്റ് നിയമിക്കുന്ന ഖാദിമാര് ഖാദി തന്നെയാണ്. എന്തുകൊണ്ട്? അതിലായ മുജ്തഹിദ് ഇല്ല. അപ്പൊ പിന്നെ മുഖല്ലിദിനെ വെക്കുക തന്നെ. ആ മുജ്തഹിദ് ഉണ്ടെങ്കിൽ മുഖല്ലിദിനെ വെക്കാൻ പറ്റൂല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി വജാസ ജായിസാൻ നസ്ബു ഖാദിയൈനി, രണ്ട് ഖാദിമാരെ വേണമെങ്കിൽ നിയമിക്കാം. ഫഅക്സറ, രണ്ടിൽ കൂടുതലും വെക്കാം. ബിമഹല്ലിൻ, ഒരു മഹല്ലിൽ തന്നെ ഒരു ഖാദി തന്നെ ആയിക്കോളണം എന്ന് ഷർത്തൊന്നുമില്ല. ഉദാഹരണം, നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പൊ കണ്ടിട്ടില്ലേ, മുൻസിഫ് കോടതി വേറെ, മജിസ്ട്രേറ്റ് കോടതി വേറെ, അത് തന്നെ ഒന്നാം മജിസ്ട്രേറ്റ് കോടതി, രണ്ടാം മജിസ്ട്രേറ്റ് കോടതി എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താ? നാട് വിപുലമാവുകയും ആളുകൾ വർദ്ധിക്കുകയും പ്രശ്നങ്ങൾ വിപുലമാവുകയും ചെയ്യുമ്പോ ഒരു ഖാദിക്ക് കാര്യങ്ങളെല്ലാം നിർവഹിച്ചു തീർക്കാൻ കഴിയാതെ വരും. അപ്പോ ആവശ്യാനുസാരം ഒന്നിലധികം ഖാദിമാരെ നിയമിക്കാൻ ഉത്തരവാദപ്പെട്ടവർക്ക് അധികാരമുണ്ട്. അതാ അതിനെ പുറമെ തഹക്കീമു സുനൈനി, ഖാദി ഉള്ളതോടുകൂടി തന്നെ രണ്ട് വ്യക്തികൾക്ക് തഹക്കീം ചെയ്യാം, ഹാക്കിമായി നിശ്ചയിക്കാം. റജുലൻ, ഒരു മനുഷ്യനെ. എങ്ങനത്തെ മനുഷ്യനാണ്? ഇസ്രായേലിൽ ഖവായി ഖാദിയാകാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഷർത്തത്വ മുജ്തഹിദായ ഒരാളുണ്ട്. അങ്ങനത്തെ ഒരാള് ഉണ്ടെങ്കിൽ, നിലവിൽ ഗവൺമെന്റ് നിശ്ചയിച്ച ഖാദി ഉണ്ടെങ്കിൽ പോലും ഈ രണ്ട് വ്യക്തികൾക്കിടയിൽ ഒരു വിധി കൽപ്പിക്കാൻ വേണ്ടിയിട്ട് മുജ്തഹിദായ ഒരാളെ തഹക്കീം ചെയ്യാം. ഖാദി ഉണ്ടെങ്കിൽ തഹക്കീം ചെയ്യണമെങ്കിൽ മുജ്തഹിദാവണം, അത് ഷർത്താ. നിലവിൽ ഗവൺമെന്റ് നിയമിച്ച ഔദ്യോഗിക ഖാദി ഉണ്ട്, അതല്ലെങ്കിൽ അതിൽ ഹല്ലു വല്ലാത്തത് നിയമിച്ച ഖാദി ഉണ്ട്. ആ ഖാദി മുജ്തഹിദാണ് താനും. എന്നാൽ പിന്നെ ഖാദിന്റെ പുറമെ ഒരാളെ തഹക്കീം ചെയ്യണമെങ്കിൽ ആ മുഹക്കമായ വ്യക്തി മുജ്തഹിദായിരിക്കണം. അത് പക്ഷേ തഹക്കീം ചെയ്യണമെങ്കിൽ എന്തിനേ പറ്റുള്ളൂ? ഫീ ഗൈരി ഉഖൂബത്തി ലില്ലാഹി തആല, അല്ലാഹുവിന്റെ ഹക്കുമായി ബന്ധപ്പെട്ട വല്ല ശിക്ഷാ നടപടികളിലും ഒഴിച്ച് അങ്ങനത്തെ തഹക്കീം ചെയ്യാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ ഒരാള് കളവ് കേസിന് കൈമുറിക്കാൻ വേണ്ടിയിട്ട് തഹക്കീം ചെയ്ത ഖാദി മുഹക്കമിന് അധികാരമില്ല. വ്യഭിചരിച്ചതിന്റെ പേരിൽ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി വിധിക്കാൻ മുഹക്കമിന് അധികാരമില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ അള്ളാഹുവിന്റെ ഹക്കുമായി ബന്ധപ്പെട്ട ശിക്ഷാ നടപടികളിൽ മുഹക്കമായ ആൾക്ക് വിധി പറയാൻ പാടില്ല. അതിന് ഖാദി തന്നെ വേണം. ഇങ്ങനെ യോഗ്യനായ മുജ്തഹിദായ ഒരു ആളെ തഹക്കീം ചെയ്യാം. പലവുമായ വജൂദി ഖാദിൻ, അത് നിലവിൽ ഖാദി ഉള്ളതോടുകൂടിയാണെങ്കിലും പറ്റും. പക്ഷെ നിലവിൽ ഖാദി ഉണ്ടാവും, എന്ത് വേണം? മുഹക്കമായ ആള് മുജ്തഹിദായിരിക്കണം. നിലവിൽ ഖാദി ഇല്ല എങ്കിൽ പിന്നെ തഹക്കീം ചെയ്യുന്ന ആള് മുജ്തഹിദായിക്കോളും എന്ന് ഷർത്തില്ല. മറിച്ച് ഏത് വിഷയത്തിലാണ് തഹക്കീം ചെയ്യുന്നതെങ്കിൽ ആ തഹക്കീം ചെയ്യപ്പെട്ട വിഷയത്തിൽ അറിവുള്ള ആളായാൽ മതി. ഇമാമി, ഭരണാധികാരി ഖാദിക്ക് സുന്നത്താക്കപ്പെടുന്ന ഖാദി നിയമിക്കുന്ന ഖാദിക്ക് അനുമതി കൊടുക്കൽ ഫിൽ ഇസ്തിഖ്ലാഫി, അദ്ദേഹത്തിന് തല്ല അസൗകര്യവും വരുമ്പോൾ തനിക്ക് പകരം ഖലീഫയെ നിയമിക്കാൻ അനുവാദം കൊടുക്കുക. അഥവാ ഇമാമിന്റെ അനുവാദം ഉണ്ടെങ്കിലേ എന്ത് പറ്റുള്ളൂ? ഖാദി മറ്റൊരാളെ നായിബാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു മനുഷ്യനല്ലേ ഖാദി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ. ചിലപ്പോൾ ചില അസൗകര്യങ്ങളൊക്കെ വരുമ്പം തന്റെ സ്ഥാനത്ത് വിധി കൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ പകരം വെക്കാനുള്ള അനുമതി കൂടി കൊടുത്തിരിക്കൽ ഇമാമിന് സുന്നത്താ. പക്ഷെ നിർബന്ധമില്ല, അങ്ങനെ കൊടുത്തിരിക്കൽ നല്ലതാ. അങ്ങനെ ഇമാം അനുവാദം കൊടുത്താൽ ഖാദി തന്റെ സൗകര്യത്തിന് വേണ്ടിയോ തന്റെ അസൗകര്യത്തിന്റെ അവസരത്തിലോ ഒക്കെ നായിബായി മറ്റൊരാളെ നിയമിക്കാവുന്നതും ആണ്.
വയന്നസിലുൽ ഖാദി, ഇനി ഖാദി നിയമിതനായി അയാൾ ഇനി പുറത്തു പോകും. ബിസവാലി അഹ്ലിയത്തിഹി, നേരത്തെ പറഞ്ഞ 10 ഷർത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഷർത്തിന് ഭംഗം വരുമ്പോ അഹ്ലിയത്ത് പോകാന്ന് പറഞ്ഞാടാ. അതായത് ഇയാൾ കേൾവിയുള്ള ആളായിരുന്നു, പിന്നെ കേൾവി ശക്തി നഷ്ടപ്പെട്ടുപോയി, അല്ലെങ്കിൽ സംസാരശേഷി നഷ്ടപ്പെട്ടുപോയി, അല്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടുപോയി, അല്ലെങ്കിൽ ഫാസിഖായി തീർന്നു, അല്ലെങ്കിൽ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു, അതല്ലെങ്കിൽ കാര്യശേഷി നഷ്ടപ്പെട്ട് ഇങ്ങനൊക്കെ വന്നു. എന്നാൽ ഖാദി അല്ലാതായി പോകും. ഫൈനാദത്ത്, രണ്ടാമത് അഹ്ലിയത്ത് അയാൾക്ക് തന്നെ തിരിച്ചു വന്നു. അതിനൊരു രോഗമായിരുന്നു, അത് മാറിപ്പോ പഴയതുപോലെയായി. എന്നാലും ലം തഅദു വിലായത്തുഹു, പഴയ അധികാരം തിരിച്ചു വരൂല. ഇനി രണ്ടാമത് അയാളെ നിയമിച്ചെങ്കിൽ മാത്രമേ വരുള്ളൂ. അഹ്ലിയത്ത് നഷ്ടപ്പെട്ട ഖാദി സ്ഥാനഭ്രഷ്ടനായി കഴിഞ്ഞാൽ രണ്ടാമത് അഹ്ലിയത്ത് തിരിച്ചു കിട്ടിയാൽ പോലും വീണ്ടും ഖാദി ആവണമെങ്കിൽ രണ്ടാമത് ഭരണാധികാരി അല്ലെങ്കിൽ അഹ്ലുൽ അദ്ൽ വൽ അഖ്ദ് രണ്ടാമത് ഖാദിയായി നിയമിച്ചിരിക്കണം, എങ്കിൽ രണ്ടാമത് ഖാദിയാവുള്ളൂ, അല്ലെങ്കിൽ പഴയത് ഇനി നിലനിൽക്കുന്നതല്ല. ഇനി വലിയ ഖാദിക്ക് ജായിസാണ് അസ്ലു നഫ്സിഹി, സ്വന്തം നഫ്സിനെ അസ്ൽ ചെയ്യാൻ, പുറത്താക്കുക എന്നർത്ഥം. സ്വന്തം നഫ്സിനെ പുറത്താക്കാനാ രാജിച്ചു പോവുക. ഒരാള് ഖാദിയാക്കി, എന്നാ ഖാദിയായി തന്നെ ഖിയാമത്ത് നാൾ വരെ അല്ലെങ്കിൽ മരിക്കുന്നവരെ ഖാദിയായി നിന്നോളൊന്നും ഷർത്തൊന്നുമില്ല. വേണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, രാജിവെച്ചു പോകാം. അയാൾക്ക് സ്വന്തം നിലക്ക് രാജിവെച്ചു പോകാം. പക്ഷേ വയഹ്റുമു അജ്ലുഹു, നിയമിതനായ ഖാദിയെ പുറത്താക്കൽ ഹറാമാണ്. അലൽ ഇമാമി, ഇമാമിന് തന്നെ ഹറാമാന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ കീഴിലുള്ളവർക്ക് ഹറാമാന്ന് പറയേണ്ട ആവശ്യമില്ല. ഒരു അഹിലായ ഒരാളെ ഖാദിയാവാൻ അർഹതപ്പെട്ട യോഗ്യതയുള്ള ഒരാളെ ഇമാമോ നായിബോ അല്ലെങ്കിൽ അഹ്ലുൽ അദ്ൽ വൽ അഖ്ദോ ഖാദിയായി നിയമിച്ചു. എന്നാൽ ഈ നിയമിതനായ ഖാദിയെ തൽസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കൽ ഹറാമാണ്. എങ്ങനെയല്ലാതെ ഇല്ലാ ബിഖലലിൻ, ഈ ഖാദിയിൽ വല്ല തകരാറും സംഭവിച്ചാലൊഴികെ, ഖാദിയാകാൻ പറ്റുന്ന യോഗ്യതക്ക് ഭംഗം വരുന്ന തരത്തിലുള്ള വല്ല തകരാറും സംഭവിച്ചാൽ അയാളെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവർക്ക് അധികാരമുണ്ടാകും. ഖലലുണ്ടെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് അയാളെ പുറത്താക്കാം. ഇല്ലെങ്കിൽ പിന്നെ എന്ത് വേണം, ഔ ബി അഫ്ദല മിൻഹു, മുമ്പൊരു ഖാദിയാരെ കിട്ടീനി, തരക്കടില്ല, ഒപ്പിച്ചങ്ങനെ കൊണ്ടുപോവുക. അതിന്റെ ഇടക്ക് നല്ല യോഗ്യനായ ഷർത്തൊത്തൊരു ഖാദിനെ കണ്ടു, എന്നാൽ അയാളെ പകരം വെക്കാൻ വേണ്ടി നിലവിലുണ്ടായിരുന്ന ഖാദിയെ ഒഴിവാക്കാൻ ഉത്തരവാദപ്പെട്ടവർക്ക് അധികാരമുണ്ടായിരിക്കും. അപ്പൊ ആദ്യത്തെ ആളെക്കാട്ടിലും യോഗ്യതയുള്ള അഫ്ളലായ ആളായി ആണ് രണ്ടാമത്തെ ആള്. രണ്ടാളും അഹ്ലിയത്തുണ്ട്, പക്ഷേ രണ്ടാമത്തെ ആള് കുറെ കൂടി അഫ്ളലായ ആളാണ്. എന്നാൽ ഈ അഫ്ളലായ ആളെ നിയമിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ആളെ ഒഴിവാക്കാൻ ഉത്തരവാദപ്പെട്ടവർക്ക് അധികാരമുണ്ട്. ഇനി അഫ്ളലും അല്ല ഒട്ടിക്കൊള്ളി, നിലവിലുള്ള ഖാദിക്ക് ഖലൽ കുഴപ്പങ്ങളൊന്നുമില്ല. രണ്ടാമത് നിയമിക്കാൻ പോകുന്ന ഖാദി ആദ്യത്തേനെക്കാട്ടിലും അഫ്ളലായ ആളുമല്ല, എന്നാലും ചിലപ്പം ഉത്തരവാദപ്പെട്ടവർക്ക് അയാളെ മാറ്റാം. ഔ ബി മസ്ലഹത്തിൻ, നാട്ടിലെ മസ്ലഹത്തിന് വേണ്ടിയിട്ട് മാറ്റാം. ചിലപ്പോൾ ആള് യോഗ്യരൊക്കെ തന്നെ, പക്ഷേ അയാൾ തുടർന്നു പോകുന്നത് ആ നാട്ടിൽ കുഴപ്പത്തിന് ഇടയാരും, അനൈക്യമുണ്ടാകും, നാട്ടിൽ മുസ്ലിങ്ങൾക്കിടയിൽ കക്ഷിത്വവും വഴക്കും വരും. അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു നിഷ്പക്ഷനായ ഒരാളെ കിട്ടുമെങ്കിൽ അവിടെ നിലവിലുള്ള ആളെ പുറത്താക്കാൻ ഉത്തരവാദപ്പെട്ടവർക്ക് അധികാരമുണ്ട്. അതോ അപ്പൊ ഉത്തരവാദപ്പെട്ട ആളുകൾ ഒരു ഖാദിയെ നിയമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തുകൊണ്ട് മറ്റൊരാളെ നിയമിക്കണമെങ്കിൽ മൂന്നാലൊരു ന്യായം വേണം. ഒന്ന്, നിലവിലുള്ള ഖാദിക്ക് വല്ല തകരാറും ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നിലവിലുള്ള ഖാദിയേക്കാൾ അഫ്ളലായ ഒരാളെ പകരം കിട്ടണം. അതല്ലെങ്കിൽ നാട്ടിലെ മുസ്ലിങ്ങളുടെ പൊതു മസ്ലഹത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം. ഈ മൂന്നാലൊരു അടിസ്ഥാനത്തിലാണെങ്കിൽ നിലവിലുള്ള ഖാദിയെ ഒഴിവാക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് അനുവാദമുണ്ട്. ഹറാമില്ലാതെ ജായിസാവുമെന്ന്. ഈ മൂന്ന് കാര്യമില്ല. നാട്ടിലെ മസ്ലഹത്ത് നോക്കിയിട്ടുമല്ല, രണ്ടാമത്തെ ആൾ ആദ്യത്തെക്കാൾ കൂടുതൽ അഫ്ളലായ ആളുമല്ല, നിലവിലുള്ള ആൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, എന്നാൽ പുറത്താക്കൽ ഹറാമാന്ന് പറഞ്ഞല്ലോ. വലാക്കിൻ അങ്ങനെ ഹറാമാണെങ്കിലും
യംഫദു മഅൽ ഹുർമത്തി, ഹറാമായാലും നടപ്പിലാവും, നിയമം നടപ്പിലാവും. ഒരു കാളിയെ പിരിച്ചുവിട്ടാൽ പിരിഞ്ഞത് തന്നെ, പക്ഷെ പിരിച്ചുവിടാൻ ഹറാമാണ് മാത്രം. ഈ മൂന്നാലൊന്നില്ലാതെ മസ്ലഹത്ത് അല്ലെങ്കിൽ അഫ്ദല് അല്ലെങ്കിൽ ഹലല്, ഈ മൂന്നാലൊരു കാരണം ഉണ്ടെങ്കിൽ നിലവിലുള്ള കാളിയെ ഒഴിവാക്കി മറ്റൊരാളെ നിയമിക്കൽ ജായിസാണ്. ഈ മൂന്നൊരു കാരണം ഇല്ലാതെ പുറത്താക്കൽ ഹറാമാണ്. അഥവാ അങ്ങനെ പുറത്താക്കിയ കാളി പുറത്താവും, അത് വേറെ വിഷയം, ചെയ്തത് തെറ്റാണ്. കുല്ലുഹാദ, ഈ പറഞ്ഞതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മസ്ലഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റുകയോ അതല്ലെങ്കിൽ ഒന്നിന്റെ ഹറാമാണ് ആ നിലക്ക് വെറുതെ മാറ്റി, ഇതൊക്കെ ഇതാലമ്യതഅയ്യൻ, ഈ നിലവിലുള്ള കാളി മാത്രമേ അതിന് യോഗ്യതയുള്ള ആളുള്ളൂ എന്ന് വരാത്ത സാഹചര്യത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഇയാളെപ്പോലെ യോഗ്യതയുള്ള ആളുകൾ വേറെയുണ്ട് എങ്കിലേ നിലവിലുള്ള കാളിയെ ഒഴിവാക്കിയാൽ ഹറാമാണെങ്കിൽ പോലും അത് നടപ്പിലാവും, പാസ്സാവും എന്ന് പറഞ്ഞത് ഇയാൾ മാത്രമേ അതിന് പറ്റുന്ന ആളുള്ളൂ എന്ന സാഹചര്യം അല്ലാത്തപ്പോഴാ. എന്ന് പറഞ്ഞാൽ ഇയാളും പറ്റും, ഇയാളല്ലെങ്കിൽ വേറെ ആളും അതിന് പറ്റുന്നവരുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിലാണ്. വയില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ തന്നെ കാളിയാകാൻ പറ്റുന്ന ആളാ പ്രദേശത്തുള്ളൂ. ഇദ്ദേഹത്തെ പിരിച്ചുവിട്ടാൽ തൽസ്ഥാനത്ത് നിയമിക്കാൻ ഈ ഗുണങ്ങളൊക്കെ മറ്റൊരാളെ കിട്ടാനില്ല എങ്കിൽ ഫയഹ്റുമു അസ്ലുഹു, അങ്ങനെയുള്ള ആളെ കാളി സ്ഥാനത്ത് നിന്ന് പുറത്താക്കൽ ഹറാമാകും എന്ന് മാത്രമല്ല വലാ യൻഫദു, ആ പുറത്താക്കൽ നടപ്പിലാവുകയും ഇല്ല, അത് പാസ്സാവൂല എന്നർത്ഥം. പിരിച്ചുവിട്ടാൽ പിരിയിലാണ്, അതാ പറഞ്ഞു. അത് സവാങ്കാനം മിനഫ്സിഹി, കാളി സ്വയം രാജിവെക്കുകയാണെങ്കിലും പറ്റൂല, ഔ മിനൽ ഇമാമി, അല്ലെങ്കിൽ ഭരണാധികാരി പിരിച്ചുവിട്ടാലും പറ്റൂല. എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ കാളിയാകാൻ യോഗ്യതയുള്ള ഈ ഒരു മനുഷ്യൻ തന്നെയുള്ളൂ എങ്കിൽ അയാൾ രാജിവെക്കാനും പാടില്ല, രാജിവെച്ചാൽ അത് സ്വീകരിക്കാനും പറ്റൂല, പിരിച്ചുവിടാനും പാടില്ല, പിരിച്ചുവിട്ടാൽ പിരിഞ്ഞോട്ട് പോകൂല എന്നർത്ഥം. അതെ, കുറച്ചുകൂടി എന്താ പാടാൻ ഓതി തീർക്കുക. വലായഹ്കുമു, ഇനി കാളിനെ പറ്റി പറയാം. വലായഹ്കുമു, കാളി ഇരിക്കാൻ പാടില്ല. വലായുവല്ലി, തന്റെ കീഴിൽ ഒരു നായിബിനെ നിയമിക്കുക, അതിനും പാടില്ല. എവിടെയല്ലാതെ ഫീ ഗൈരി മഹല്ലി വിലായത്തിഹി, കാളി തന്റെ അധികാരപരിധിയിൽപ്പെട്ട സ്ഥലത്ത് വെച്ചല്ലാതെ വിധിക്കാനും പറ്റൂല, മറ്റൊരാളെ പകരം ഏൽപ്പിക്കാനും പറ്റൂല. എന്ന് പറഞ്ഞാൽ, ഉദാഹരണം, നമ്മളെ നാട്ടിൽ മലപ്പുറത്തൊരു കാളി ഉണ്ട് കൂട്ടിക്കോളി. മലപ്പുറത്തൊരു കാളി ആ മഹല്ലിലുള്ള ഒരു വലിയില്ലാത്ത കുട്ടിനെ കെട്ടിക്കേണ്ട ആവശ്യം വന്നു. ഇയാള് കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട് പോയിട്ട് കുട്ടിനെ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു, കാളിയാരെ, നിങ്ങളെ മഹല്ലിൽപ്പെട്ട ഇന്ന പെൺകുട്ടി, ആ കുട്ടിക്ക് രക്ഷിതാക്കളില്ല, പുതിയാപ്പളിനെ വന്നിട്ടുണ്ട്, ആ കുട്ടിനെ നിക്കാഹ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് എത്തുന്നത് കൊണ്ട് ആ കുട്ടിനെ നിക്കാഹ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരം കാളിയാർക്കില്ല. ഇനി മാസം കണ്ട് വാർത്തറച്ചു അതും ഉറച്ച് വിധി പറയണം. പക്ഷെ ഇയാള് മലപ്പുറം കാളിയാണ്, ഇയാളിപ്പോ ഉള്ളത് കോഴിക്കോട്ടാണ്. കോഴിക്കോട് വെച്ചുകൊണ്ട് വിധി പറയാൻ അയാൾക്ക് അധികാരമില്ല. മറിച്ച് തന്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലത്ത് വെച്ച് വിധിച്ചു പറഞ്ഞാൽ വിധി നടപ്പിലാവൂ. തൊലിയത്ത് മറ്റൊരാളെ അധികാരപ്പെടുത്താനും പാടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ കാളിമാരൊക്കെ വിദേശയാത്ര പോകുന്ന സമയത്ത് തന്റെ പ്രതിനിധിയായിക്കൊണ്ട് ഒരു നായിബിനെ നിശ്ചയിക്കുന്നത്. അതെ, പലപ്പോഴും ബഹുമാനപ്പെട്ട എപ്പിസ്താദൊക്കെ റമദാൻ മാസത്തിന്റെ തൊട്ട് മുമ്പോ അല്ലെങ്കിൽ റമദാൻ മാസം കഴിയാൻ പോകുന്ന സമയത്തോ നാട്ടിലില്ലാതെ വരും എന്ന് തോന്നുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ എന്താക്കും, ഒരു നായിബ് ഖാദിയെ നിയമിക്കും. എന്നിട്ട് ഈ നായിബ് ഖാദിയാണ് വിധി പറയുന്നത്. എന്താ കാരണം? മാസം കണ്ടത് ഉറപ്പിക്കേണ്ട സമയത്ത് നാട്ടിലില്ല, പുറത്താണ്. അവിടെ നിന്ന് കണ്ട് പാസ്സാക്കി കണ്ട് പുറത്തേക്ക് ഫോൺ ചെയ്ത് അറിയിച്ചാൽ നിയമം നടക്കൂല. വിലായത്തിന്റെ അധികാരമുള്ള പരിധിയിൽ വെച്ച് വിധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് പറ്റാത്ത സാഹചര്യത്തിൽ ആ നാട്ടിൽ തന്റെ അധികാര പരിധിയിൽപ്പെട്ട ഒരാളെ തൗലിയത്ത് ചെയ്യുക, നായിബാക്കി വെക്കുക. അതിന്റെ പുറമെ കാളിയമാര് വലാ യഖ്ബലു, കാളി സ്വീകരിക്കാൻ പാടില്ല, ഹദിയത്തൻ, തന്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലത്തിൽ നിന്നിട്ട് ആരെങ്കിലും ഹദിയ കൊടുത്താല് ആ ഹദിയ സ്വീകരിക്കാൻ പാടില്ല. ആണോ? ഫൈൻ അഖദ ഹറുമ, അഥവാ അങ്ങനെ കാളിക്ക് ഒരാൾ ഹദിയ കൊടുത്തു, ഹദിയ സ്വീകരിക്കൽ ഹറാമാണ്.
മാത്രമല്ല അതിന്റെ ഉടമാവകാശം ഖാദിക്ക് വരികയും ഇല്ല. അപ്പൊ പിന്നെ എന്ത് വേണം? വേറെ ദുഹൂരി മാലിക്കിഹി ഈ മജ്ദ ഉടമക്കാരനെ കിട്ടുകയാണെങ്കിൽ തിരിച്ച് അയാൾക്ക് തന്നെ കൊടുക്കണം. വയില്ല ഫലി ബൈത്തുൽ മാൽ, അതില്ലെങ്കിൽ ഗവൺമെന്റിന്റെ ബൈത്തുൽ മാലിലേക്ക് അടച്ചുകൊള്ളണം. കാരണം എന്താ? ഈ ഹദിയ സ്വീകരിക്കുമ്പം പിന്നീട് അയാൾക്ക് അനുകൂലമായി ചില വിധി വരേണ്ടി വരുമ്പോ അത് ഈ ഹദിയ അതിനെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്റെ അധികാര പരിധിയിൽപ്പെട്ട ആളുകളിൽ നിന്നിട്ട് ഹദിയ സ്വീകരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വലാ ളിയാഫത്തൻ, സൽക്കാരവും സ്വീകരിക്കാൻ പാടില്ല. ആരിൽ നിന്നിട്ട് മിമ്മൻ ലഹു ഖുസൂമ, പണ്ട് കേസ് നിലവിലുണ്ട്, മഹല്ലിൽപ്പെട്ട രണ്ട് വ്യക്തികൾ തമ്മിൽ കേസുണ്ട്. ഈ കേസിൽപ്പെട്ട അന്യായക്കാരന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പ്രതിയുടെ ഭാഗത്തു നിന്നോ കിട്ടുന്ന ഹദിയ, ആ ഹദിയ സ്വീകരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അവര് സംഘടിപ്പിക്കുന്ന സദ്യയിൽ പങ്കെടുക്കാനും പാടില്ല. കേസ് നിലവിലുള്ള ആളുകളിൽ നിന്നിട്ട് സദ്യ സ്വീകരിക്കാനും പാടില്ല, ഹദിയ സ്വീകരിക്കാനും പാടില്ല. വലാ മിൻ ഗൈരിഹി, ഇനി കേസ് നിലവിലില്ലാത്ത ആളുകളിൽ നിന്നിട്ടും സദ്യ സ്വീകരിക്കാൻ പാടില്ല, ഹദിയും സ്വീകരിക്കാൻ പാടില്ല. എങ്ങനെയല്ലാതെ ഇല്ല ഇതാക്കാന, ഈ കേസ് ഇല്ലാതിരുന്ന ആ വ്യക്തി ആണെങ്കിൽ ഒഴിച്ച് യുഹാദീഹി ബിമിസ്ലിഹാ, ഈ പോലെയുള്ള ഹദിയയും ളിയാഫത്തും ഒക്കെ മുമ്പ് കൊടുക്കാറുണ്ട് ഖബല വിലായത്തി, ഇയാൾ ഖാദിയായി നിയമിക്കപ്പെടുന്നതിന് മുമ്പ്, എങ്കിൽ പഴയ സമ്പ്രദായം നടക്കാം എന്ന് പറഞ്ഞാൽ അവിടെ നല്ലോണം മനസ്സിലാക്കണം. ഖാദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇവർ തമ്മിൽ വലിയ ബന്ധമുള്ള ആളുകളാണ്. ഇടക്ക് അവർ സൽക്കാരത്തിന് വിളിക്കും, ചിലപ്പോൾ ഹദിയ കൊടുത്തയക്കും. അങ്ങനെ നിലവിലുള്ള ഒരാളാണ്. ഇപ്പോഴാണെങ്കിൽ ഇയാളുമായിട്ട് ഈ കോടതിയിൽ കേസൊട്ടില്ലാണോ എങ്കിൽ സ്വീകരിക്കാം. അപ്പൊ രണ്ട് നിബന്ധനയാണ്. മുമ്പേ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സദ്യക്ക് വിളിക്കലുണ്ട്, ഹദിയ കൊടുക്കലും ഒക്കെ ഉണ്ട്. മുമ്പേ ഉണ്ട്, ഖാദി ആയതിനു മുമ്പ്, ഖാദി ആയതിനു ശേഷമുണ്ട്. അതോടുകൂടി എന്തും വേണം? ഈ ഖാദിയുടെ കോടതിയിൽ ഇയാൾക്ക് കേസ് ഇല്ലാതിരിക്കുകയും വേണം. അപ്പൊ മുമ്പ് കൊടുക്കാത്ത ഒരാൾ ഖാദി ആയപ്പോ മാത്രം ഒരു ഹദിയ കൊടുക്കുക, അല്ലെങ്കിൽ ഖാദി ആയപ്പോ മാത്രം ഒരു വിരുന്ന് സൽക്കരിക്കുക, അത് സ്വീകരിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ മുമ്പ് കൊടുക്കലുണ്ടെങ്കിൽ പോലും ഇപ്പോ ഈ ഖാദിന്റെ അടുക്കൽ ഇയാൾക്കൊരു കേസുണ്ട്. കേസ് നിലവിലുണ്ടാകുന്ന സമയത്ത് ഖാദിക്ക് ഹദിയ കൊടുത്താൽ സ്വീകരിക്കാനും പാടില്ല, സൽക്കാരത്തിന് വിളിച്ചാൽ പോകാനും പാടില്ല. അപ്പൊ നിലവിൽ കേസ് ഇല്ലാതിരിക്കും വേണം. അതോടുകൂടി മുമ്പ് സൽക്കാരത്തിന് വിളിക്കുകയും ഹദിയ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളും ആണെങ്കിൽ അത്തരക്കാരായ ആളുകളിൽ നിന്ന് ഹദിയ സ്വീകരിക്കുന്നത് കൊണ്ടോ അവരുടെ സന്ധ്യയിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ കുഴപ്പമില്ല. മുമ്പില്ല, ഖാദി ആയപ്പോ പുതിയതായിട്ട് ഉണ്ടായ ഒരു സദ്യക്ക് ക്ഷണിക്കലും ഹദിയ കൊടുക്കലുമാണ്. എന്നാൽ കേസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് സ്വീകരിക്കാൻ പാടില്ല. അല്ല, മുമ്പേ അങ്ങനെ വിളിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഹദിയ കൊടുക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പോൾ നിലവിൽ ഈ ഖാദിയുടെ കോടതിയിൽ കേസുണ്ട്. എന്നാൽ ഈ കേസുള്ള സമയത്ത് മുമ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഹദിയ സ്വീകരിക്കാനോ സദ്യക്ക് പങ്കെടുക്കാനോ പാടില്ല. അതിന്റെ പുറമെ പോലായാക്കുമോ, ഖാദി വിധിക്കാൻ പാടില്ല നഫ്സി, തനിക്ക് വേണ്ടി. എന്നാ തന്റെ ഒരു കേസ്, താനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് ഉണ്ട് കൂട്ടിക്കോളി. എന്നാൽ അത് തന്റെ കോടതിയിൽ ചർച്ച ചെയ്യാൻ പാടില്ല, വേറൊരു കോടതിക്ക് റെഫർ ചെയ്യുകയാണ് വേണ്ടത്. സ്വന്തത്തിന് വേണ്ടിയിട്ട് വിധിക്കാൻ പാടില്ല. മാത്രമല്ല വലാലി വാലിദിഹി, തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയും, വലാലി വലദിഹി, തന്റെ സന്താനങ്ങൾക്ക് വേണ്ടിയും, വലാലി ശരീക്കിഹി, തന്റെ ഷെയറുകാർക്ക് വേണ്ടിയും. അപ്പൊ തനിക്ക് സ്വന്തത്തിന് വേണ്ടി, തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, തന്റെ സന്താനങ്ങൾക്ക് വേണ്ടി, തന്റെ ഷെയറുകാർക്ക് വേണ്ടി, ഈ 4 കൂട്ടർക്ക് വേണ്ടിയിട്ടും വിധി പറയാൻ ഖാദിക്ക് അധികാരമില്ല. അങ്ങനെ വേണ്ടി വന്നാൽ അയാൾ മറ്റൊരാളെ പകരം നിയമിക്കുകയോ അതല്ലെങ്കിൽ വേറൊരു ഖാദിയുടെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയോ വേണം. എന്നിട്ട് മറ്റൊരാളാണ് വിധി പറയേണ്ടത്. അതല്ല ഞാൻ അത് തുഹമത്തിന് വഴിയാണെന്ന, ഇവൻ നല്ല തഖ്വയുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ 4 സാഹചര്യത്തിൽ തന്റെ ഷെയറുകാര്, തന്റെ മക്കള്, തന്റെ മാതാപിതാക്കൾ, തനിക്ക് താൻ, ഈ 4 സ്ഥലത്ത് വിധി അറിയാൻ ഖാദിക്ക് അധികാരമില്ല. മറ്റൊരു ഖാദിയുടെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാണ് വേണ്ടത്. ഇനി വകുരിഹ, കറാഹത്താക്കപ്പെടും, അയ്യഖ്ലിയ, ഖാദി വിധി പറയൽ, ഇൻദ തഗയ്യുരി ഖുലുഖിഹി, സ്വഭാവം പകർച്ചയാവുന്ന ചില സമയങ്ങളുണ്ട് മനുഷ്യന്.
അത്തരം സമയത്ത് വിധി പറയാൻ പാടില്ല. ശാന്തമായ അവസ്ഥയിൽ വിധി പറയാൻ പാടുള്ളൂ. എങ്ങനെ സ്വഭാവം പകർച്ചയാകുക? ബിനഹവിൻ, എന്തോ കോപ്പം, വല്ലാത്തൊരു കോപ്പത്തിനൊരു സമയമാണ്, എന്നാ ആ സമയത്ത് വിധി പറയാൻ പാടില്ല. ഔജൂവിൻ, അല്ലെങ്കിൽ വല്ലാത്ത അസഹ്യമായ വിശപ്പുണ്ട്, അപ്പൊ ഒരു സ്വസ്ഥത കിട്ടൂല. ഔഅത്ശിൻ, അല്ലെങ്കിൽ അസഹ്യമായ ദാഹമുണ്ട്, ആ സമയത്തും തന്നെ സ്വസ്ഥമായിട്ട് വിധി പറയാൻ കഴിയില്ല. മറദിൻ, അല്ലെങ്കിൽ രോഗം കൊണ്ടുള്ള അസ്വസ്ഥതയുണ്ട്, ഇങ്ങനെ. അപ്പൊ രോഗം കൊണ്ടുള്ള അസ്വസ്ഥത അനുഭവപ്പെടുക, കഠിനമായ ദാഹം, വിശപ്പ്, കോപം പോലത്തേത് സ്വാധീനിക്കുക, ഇത്തരം സമയങ്ങളിൽ വിധി പറയാൻ പാടില്ല. ഹറാമല്ല, നല്ലതല്ല. കാരണം എന്തുകൊണ്ട്? സ്വസ്ഥമായ വിധി പറയാനും കാര്യങ്ങൾ വേണ്ടതുപോലെ അപഗ്രഥിക്കാനും ഈ സാഹചര്യത്തിൽ പറ്റൂല. അപ്പൊ അതുകൊണ്ട് കോപം അടങ്ങി, വിശപ്പും ദാഹവും ഒക്കെ അടങ്ങി, രോഗം ശിഫയായി ഒരു റാഹത്തുള്ള വിലക്കായിരിക്കണം വിധി പറയേണ്ടത്. അതുപോലെ തന്നെ കറാഹത്തുമായി ആബിറബി നഫ്സിഹി, സ്വന്തം നഫ്സ് കൊണ്ടിട്ട് ഇടപാട് ചെയ്യലും കറാഹത്താണ്. ബിനഹ്വി ബൈഇൻ വശിറാഇൻ, വിൽക്കൽ വാങ്ങൽ പോലെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കാളിയാര് നേരിട്ട് പോയിട്ട് പീടിയെന്ന് അയിനും ചില്ലാനും വാങ്ങിയാല് കറാഹത്താണ്. അപ്പൊ പിന്നെ എന്താക്കുക? വേറൊരാളെ വിളിച്ചിട്ട് കാശ് കൊടുത്തിട്ട് വാങ്ങിക്കുക. എന്തിനാണെന്നറിയോ? നമ്മളെ മൂല്യാരല്ലേ, നമ്മളെ കാളിയാരല്ലേ, ഇപ്പൊ മൂല്യാരാകുമ്പോ ഇപ്പൊ എങ്ങനെ എന്ന നിലക്ക് സാധനത്തിന് വേണ്ടതുപോലെ വില പറയാനോ അതുപോലെ തന്നെ മാന്യമായി ഇടപാട് ചെയ്യാനോ ഈ മറ്റേ കക്ഷിക്ക് പ്രയാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്റെ ആവശ്യത്തിന് വേണ്ടി വല്ലതും വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ആണെങ്കിൽ നേരിട്ട് ചെയ്യാതെ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുക, അത് സുന്നത്ത. നേരിട്ട് ചെയ്യൽ ഹറാമല്ല, പക്ഷെ കറാത്ത. ഇനി കോടതിയിൽ സ്വീകരിക്കേണ്ട നയങ്ങൾ. വേജിബു ഖാദിക്ക് ഉജൂബാണ് അയുസവിയ, തുല്യമാക്കല് ബൈനൽ ഖസ്മൈൻ, രണ്ട് കക്ഷികൾക്കിടയിൽ. നല്ല ഒരാൾ അന്യായക്കാരനായിരിക്കും, ഒരാൾ പ്രതിയായിരിക്കും. രണ്ടാളെയും തുല്യമായി കാണണം. കുറ്റം തെളിയുന്നത് വരെ നിയമത്തിന്റെ മുന്നിൽ ഈ പ്രതി നിരപരാധിയാണ്. അതുകൊണ്ട് തന്നെ അയാളോടൊരു പ്രത്യേക കണ്ണുകൊണ്ടും അന്യായക്കാരനോടൊരു പ്രത്യേക കണ്ണുകൊണ്ടും കാണാൻ പാടില്ല. രണ്ടും തുല്യമായി കാണണം. ഏത് വിഷയത്തിൽ ഫിൽ ഇക്റാമി, അവരെ സ്വീകരിക്കുന്നതിലും ആദരിക്കുന്നതിലുമൊക്കെ തുല്യത പാലിക്കണം. ഒരാളോട് നല്ല സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ മറ്റാളോടും അങ്ങനെ തന്നെ വേണം. അതൊന്നുമില്ലാതെ മിതമായ നിരക്ക് പെരുമാറുകയാണ് വേണ്ടത് രണ്ടാളും. വായുഖദ്ദമിനൽ ഖുസൂമി, കുറെ കേസുകൾ ഉണ്ടെങ്കിൽ ആ കേസുകളുടെ കൂട്ടത്തിൽ നിന്നിട്ട് മുൻഗണന കൊടുക്കണം. അൽ അവ്വല ഫൽ അവ്വൽ, ആദ്യം വന്ന ഫയൽ നമ്പർ അനുസരിച്ച് ഒന്നാമത്തെ നമ്പറിൽ ആദ്യം പരിശോധിക്കണം, അതിനുശേഷം രണ്ടാം നമ്പർ. ചില പ്രത്യേക പരിഗണന വെച്ച് ഇടയിൽ നിന്നിട്ട് ഫയൽ വലിക്കാൻ പാടില്ല, ക്രമപ്രകാരം വേണം ചെയ്യാന്. ഫൈനിസ്റ്റോ, ഇനി എല്ലാം ഒപ്പാണ്, 4 കേസ് ഒപ്പാട് വന്നു, എന്നാ പിന്നെ അതിന് ക്രമ നമ്പർ കൊടുക്കേണ്ട എങ്ങനെ? ഒക്കരിയ ബൈന, നറുക്കിട്ടിട്ട് ഒന്നാം നമ്പർ ആരാണ് രണ്ടാം നമ്പർ ആരാണ് എന്ന് നോക്കിയിട്ട് ആ ക്രമപ്രകാരം കേസ് പരിഗണിക്കെടുക്കാനായിട്ട്. ഇനി എത്ര വലിയ മുജ്തഹിദും ആലിമും ആണെങ്കിലും വയുന്തബു, സുന്നത്താക്കപ്പെടും വിവരസ്ഥന്മാരായ ആലിമീങ്ങളുമായി മുഷാവറ ചെയ്യുക. വിധി പറയുന്നതിന് മുമ്പ് പ്രശ്നങ്ങളിൽ മുഷാവറ ചെയ്യുന്നത്, യോഗ്യരായ ആലിമീങ്ങളുമായി മുഷാവറ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അവലൻ, കേസിൽ ആദ്യം പരിഗണിക്കേണ്ടത് ഫി അഹ്ലിൽ അബ്സി, അറസ്റ്റിലുള്ള തടവിലുള്ള ആളുകളുടെ വിഷയമാണ്. ജാമ്യത്തിൽ ഇറങ്ങിയവരത് പിന്നെ നോക്കിയാൽ മതി. കാരണം ഒരിപ്പോ പുറത്താണല്ലോ, കേസ് തീർക്കേണ്ടതല്ല. പക്ഷേ ഇപ്പോൾ ജാമ്യം കിട്ടാതെ കിടക്കുന്ന ആളുകളുടെ പ്രശ്നം ആദ്യം പരിഹരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ സുമഫിൽ ഔസിയായി വസിയത്ത്, ചില ആളുകൾ മരിച്ചു പോകുമ്പോൾ മുതലിന്റെ അല്ലെങ്കിൽ മക്കളുടെ ഒക്കെ കാര്യം വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ടാവും. അത്തരം കേസുകൾ വന്നാൽ അതുമായി ബന്ധപ്പെട്ട കേസിനാണ് പിന്നീട് പരിഗണന കൊടുക്കേണ്ടത്. അങ്ങനെ ക്രമപ്രകാരമായിരിക്കണം കേസുകൾക്ക് മുൻഗണന കൊടുക്കേണ്ടത്. ഒരുപാട് ഓതി തീർത്തതാണ് കേട്ടോ. ഒക്കെ ഒരുപാട് വലിയ കിതാബുകളിലൊക്കെ വളരെ വളരെ വിശദമായി പറഞ്ഞ വിഷയമാണ്. ചെറിയ കുട്ടികൾക്കായതുകൊണ്ട് ഒറ്റപ്പാടം കൊണ്ടാണ് തീർത്തതാണ്. ഇനി ഇൻഷാ അല്ലാഹ് കോടതിയിൽ സ്ഥിരപ്പെടാൻ സാക്ഷി വേണം. ആരാണ് സാക്ഷി? സാക്ഷിയാവാനുള്ള നിബന്ധന എന്തൊക്കെയാണ് എന്ന് തുടങ്ങിയ പാടാണ് ഇനി അടുത്ത് വരാനുള്ളത്.
ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ലാസ്റ്റ് ആവുമ്പോക്ക് തീരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ആഴ്ച പഞ്ഞ് നാളത്തെ ലോത്തും കൂടിയല്ലേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചത്തെ ലാസ്റ്റ് ആവുമ്പോക്ക് ഇൻഷാ അല്ലാഹ് പൂർത്തിയാക്കാൻ കഴിയും എന്ന് അടുത്ത ആഴ്ച നമുക്ക് നോക്കാം. ഏതാണ്ട് ഇത്ര ദിവസം പൂർത്തിയാക്കാൻ കഴിയും എന്ന് ഏകദേശം തോന്നി ഒരു ധാരണ എത്തിയിട്ട് ബഹുമാനപ്പെട്ട അബൂ ജലാൽ ഉസ്താദൊക്കെ അറിയിച്ചതുപോലെ നമുക്ക് അതിന് സൗകര്യപ്പെടുന്നൊരു ദിവസം നോക്കി ബഹുമാനപ്പെട്ട കോടമ്പുഴ ബാബുസ്താദിനെ വിവരം അറിയിച്ച് ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ അവസാനത്തെ പാഠം ഓദിച്ച് അവസാനം ദുആ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവസാനത്തെ പാഠം തന്നെ ഉസ്താദിനോട് ഓദിക്കണം, എന്നിട്ട് ദുആ ചെയ്യിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അറിയുന്നതിലോ മറ്റൊക്കെ വല്ലേ ദൈവം പറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല പുറത്തു തരട്ടെ. ഉസ്താദന്മാരൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ അത് ഉണർത്തിത്തരണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അബൂ ജലാൽ ഉസ്താദ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാണ്. അബൂ ജലാൽ ഉസ്താദ് ആദ്യം എടുത്തോളി മൈക്ക്, എന്നിട്ട് പിന്നെ ചോദ്യകർത്താക്കൾക്ക് മൈക്ക് കൊടുക്കുക. ഉസ്താദിന് വേണ്ടിയിട്ട് ആദ്യം മൈക്ക് കൈമാറുന്നു. ഉസ്താദ് മൈക്ക് വെച്ചതിന് ശേഷം ചോദ്യകർത്താക്കൾക്ക് മൈക്കിൽ വരാവുന്നതാണ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നു ഉസ്താദ്? കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? കേൾക്കുന്നോ? അൽഹംദുലില്ലാഹ്. ഞാൻ ഉസ്താദ് ക്ലാസ് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നേരത്തെ ഞാൻ ഫോണിലൂടെ ഉസ്താദിനെ വിളിക്കായിരുന്നു. ക്ലാസ് നടക്കുന്ന സമയത്താണ് ചെറുപ്പ് ഉസ്താദും നമ്മൾ ഇഷ്ക് മദീനയും നമ്മൾ മുസ്ലിയാരൊക്കെ നാസറും ഒക്കെ അവിടെ കോടമ്പ് ഉസ്താദിന്റെ അടുത്ത് പോയി. കോടമ്പ് ഉസ്താദ് ഡേറ്റ് തന്നിട്ടുണ്ട്. ഉസ്താദിനോട് ഞാൻ ക്ലാസ്സിൽ പറയാൻ കാരണം ഞാനിപ്പോ ഇന്ന് മൊയ്ക്ക് വെച്ചിട്ടാണെങ്കിൽ ഇനി ക്ലാസ് എടുക്കാൻ കഴിയില്ല, ഞാൻ ഫോണിൽ വിളിച്ച് പറയും, ഉസ്താദിന്റെ മുഖതാവലി ഞാൻ കാണും. എന്നിരുന്നാലും ക്ലാസ്സിലൊന്ന് പറയണമെന്ന് അവരോട് നിർബന്ധിച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഷാബാൻ 22 അറബി മാസമാണ് തന്നത്. ഷാബാൻ 22 നാട്ടിലത്തെ കലണ്ടർ അനുസരിച്ച് ജൂലൈ 1 അപ്പൊ അതിന്റെ മുമ്പൊക്കെ പറ്റിയായിരുന്നു. അപ്പൊ ഞാൻ ഉംറക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ഉണ്ടാവില്ല. അപ്പം 1-ാം തീയതിക്ക് അവർ ആക്കിയിട്ടുണ്ട്, അതായത് ഷാബാൻ 22 ഇൻഷാ അല്ലാഹ്. പിന്നെ എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഷാബാൻ 23, 24 ഉസ്താദിന് ഖത്തറിൽ വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഷാബാൻ 22 നാക്കിൽ സന്തോഷം, അതായത് 22, അതായത് നമ്മൾ ജൂലൈ 1 ആയിരിക്കും അന്ന് നാട്ടിലത്തെ. ഷാബാൻ 22 നാട്ടിൽ 1 ആയിരിക്കും, ജൂലൈ 1 ആയിരിക്കും. അപ്പോ അങ്ങനെ ഉസ്താദ് വിളിച്ച് ഇതാക്കിയിട്ടുണ്ട്, നമ്മൾക്ക് വിവരം തന്നിട്ടുണ്ട്. എല്ലാ ആളുകളും അതിൽ വളരെ സന്തോഷത്തോടുകൂടി, ഉസ്താദിനും വളരെ സന്തോഷമുണ്ട്, നമ്മൾ SCBയിലും വളരെ സന്തോഷത്തോടുകൂടിയാണ് അത് കൊണ്ടാടുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അത് ആഘോഷിക്കുകയും എല്ലാ ആളുകളെയും സംഘടിപ്പിച്ച് ഉസ്താദിന്റെ ബാബുസ്താദിന്റെ പ്രാർത്ഥന, നമ്മൾക്ക് പ്രത്യേക കിസാബിന്റെ മുസന്നിഫിന്റെ ഒരു പ്രാർത്ഥനയും അതുപോലെ തന്നെ എല്ലാ നിലക്കും പറ്റിയ രീതിയിൽ നമ്മൾ സന്തോഷമുള്ള ഒരു സന്ദർഭമാണ് നമ്മൾക്കുള്ളത്. ആ ദിവസത്തിലേക്ക് എല്ലാ ആളുകളും പരസ്യപ്പെടുത്തിക്കൊണ്ടും അല്ലാണ്ടും ഒക്കെ നമ്മളെ ക്ലാസ്സിൽ ആളുകളെ കൂട്ടി നമ്മൾ ചിക്കൻ സ്വാഗതം നമ്മൾക്കൊരു ഫംഗ്ഷൻ ആയിട്ട് അത് ആഘോഷിക്കണം. എല്ലാ ആളുകളും ആ ജൂലൈ 1, അതായത് 22 എന്നാ പറഞ്ഞത്. ഉസ്താദിന്റെ ചില കണക്കുകളൊക്കെ അറബിയിലാണ്. അപ്പോൾ ഷാബാൻ 22 എന്നാണ് എന്താക്കിയത് പറഞ്ഞത്. ഷാബാൻ 22 നാട്ടിൽ 1 ആയിരിക്കും. അപ്പോ എല്ലാ ആളുകളും വളരെ റാഹത്തോടും സന്തോഷത്തോടു കൂടി അതിൽ പങ്കെടുത്ത് അതിൻ്റെതായ ആ ബർക്കത്തോടുകൂടി നമ്മൾക്ക് ആ കിതാബ് അവസാനിപ്പിച്ച് അള്ളാഹു എല്ലാ നിലക്കും നമ്മളെ കാര്യങ്ങളൊക്കെ റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാനിപ്പം ഇനി ആ മെയ്ക്ക് എടുക്കൂല. ഉസ്താദിനെ പ്രത്യേകിച്ച് പറയാണ്. ഇൻഷാ അല്ലാഹ് പിന്നെ നമ്മളെ റസാഖ് ആജി ഓലശ്ശേരിക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് ഓലശ്ശേരി ആജി അവിടെ ഉണ്ടെങ്കിൽ അബൂഷാക്കിർ ഉസ്താദിന്റെ അടുത്ത് വരാനും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് എല്ലാവരും ദുആയിരക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്താക്കാണ് മെയ്ക്ക് വിടുകയാണ്. ഇനി എല്ലാ വിഷയങ്ങളും ഇൻഷാ അല്ലാഹ് ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ട്, അതായത് ജൂലൈ 20 ഈ മാസം 19 പാല് 29, 30 ഞാൻ വരിക. എല്ലാവരും അബൂഷാക്കിർ ഉസ്താദിന് ഞാൻ ക്ലാസ്സിലായതുകൊണ്ടാണ് നേരത്തെ വിളിച്ചു പറയാണ്ട് ഞാൻ ഇപ്പൊ ക്ലാസ് പറയേണ്ടി വന്നത്. അതുകൊണ്ട് അബൂഷാക്കിർ ഉസ്താദിനെ ഞാൻ വിളിച്ചു പറയും. അപ്പൊ ഒരു പരസ്യത്തിൽ പറയണം എന്ന് അവർ പ്രത്യേകിച്ച് വിളിച്ചു പറഞ്ഞത് കൊണ്ടുകൂടി പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ കാര്യങ്ങളും റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ
ശ്രീധന്മാണ്. ഞാൻ മെയ്ക്കെടുക്കുന്നില്ലെങ്കിലും ഇതിന്റെ പിന്നിൽ എപ്പോഴും ഉണ്ടാകാൻ അറിയുന്നത് ഞാൻ മെയ്ക്കുന്നു. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്ക് ബഹുമാനപ്പെട്ട ബാവസ്ഥാദ് വലിയ തൗഫീഖുള്ള മനുഷ്യനാണ്. ഒരുപാട് ലക്ഷക്കണക്കായ കുട്ടികള് ലോകത്തിന്റെ വിവിധ ഭാഗത്ത്, കേരളത്തിലും അല്ലാത്ത ലോകത്തിന്റെ വിവിധ ഭാഗത്തിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കായ കുട്ടികൾക്ക് വേണ്ട പാഠകിതാബുകൾ എഴുതി സമർപ്പിക്കാനും അല്ലാതെ തന്നെ മലയാളത്തിലും അറബിയിലുമായി ധാരാളം കിതാബുകൾ രചിക്കാനും ഭാഗ്യം കിട്ടിയ വലിയൊരു മഹാനാണ്. ആ രചനകളിൽപ്പെട്ട പ്രത്യേകം ശ്രദ്ധേയമായ ഒന്നാണ് ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി. ഞാൻ തീർച്ചയായിട്ടും യോഗ്യനായിട്ടല്ല, എന്നാലും മൂക്കില്ലാത്ത രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞേക്ക് ആരെങ്കിലും ഒരാൾ പറയാനല്ലത്. ആ നിലക്ക് അങ്ങനെ ഓതി പോന്നതാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്തിട്ട് ഏതൊക്കെ ഉസ്താദന്മാരെ ബർക്കത്ത് കൊണ്ട് അതിന്റെ അവസാന ഭാഗം വരെ എത്തി കിട്ടി. അൽഹംദുലില്ലാ. ഇനി ഏതാനും ദിവസങ്ങൾ ഓതാനേ നമുക്ക് ബാക്കിയുള്ളൂ. ആ ഉസ്താദിന് മാസം 22-നാണ് സൗകര്യമെങ്കിൽ അന്ന് ദുആ ചെയ്യാം. അതിന്റെ ഇടയ്ക്ക് നമുക്ക് വിഷയങ്ങൾ വേറെ കാര്യങ്ങൾ പറയാനുള്ളത് അത് പറയും ചെയ്യാം. ഏതായാലും വലിയൊരു ഭാഗ്യാണ്. കിതാബിന്റെ മുസന്നിഫ് തന്നെ നേരിട്ട് അത് ദുആ ചെയ്ത് തന്ന് നമുക്ക് ഇജാസ തന്നാൽ അത് വലിയൊരു ബർക്കത്താ. അല്ലാഹു തആല നമുക്കും ബഹുമാനപ്പെട്ട ബാവസ്ഥാദിനൊക്കെ അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന്റെ പൊരുത്തം നേടാനും നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ കുറച്ച് സമയം നമുക്കിന്ന് സംശയ നിവാരണമൊക്കെ ആയിട്ട് അങ്ങനെ പോകാം. എല്ലാവരും മൈക്ക് ഞാൻ വെച്ച് പോകാനാവുമ്പോത്തിന് ആളുകൾ വരിയായിട്ട് വരും. ആദ്യത്തിലെ ആളുകളൊക്കെ എവിടെ പോയി കുത്തിരിക്കലെന്ന് അറിയില്ല. ചോദ്യം ചോദിക്കാനുള്ളവരൊക്കെ കുറച്ച് നേരത്തെ ഒരുങ്ങി വരികയല്ലേ വേണ്ടേ. ഏതായാലും ആട്ടെ, തുടങ്ങാം. മൈക്ക് ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. ഉസ്താദ് ആദ്യം റിസാൽ ചെയ്താണ് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഉസ്താദ് ഇന്നും 3 മണിക്ക് നിർത്തുമെന്ന് അറിയില്ല. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാനുണ്ടായിരുന്നു. ഉസ്താദ് അറിയിച്ചു നന്നായിരുന്നു. രണ്ടാമത് പിന്നെ ഒരു ചോദ്യമുള്ള ഉസ്താദ് ഇന്നലെ പാഠത്തിൽ പറഞ്ഞത് ഈ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് ഈ വിഭാഗം ആളുകൾ ആ നാട്ടിൽപ്പെട്ട ഇവര് തീരുമാനിക്കും ഇങ്ങനെ ബൈഅത്ത് ചെയ്യുന്ന വിഷയമൊക്കെ. അപ്പൊ അവരെ അംഗീകരിക്കുന്നവർക്ക് അവരെ ഈ ഖാദിയെ അംഗീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചില മഹലിൽ അങ്ങനെ അംഗീകരിക്കാറുണ്ട്. അതായത് ഇവര് സുന്നത്തുമായത്തിന്റെ വിഷയത്തിലാണെങ്കിലും പല വിഷയങ്ങളെ കൊണ്ട് അംഗീകരിക്കാറുണ്ട്. ഒരു മഹലിലുള്ള ഖാദിയെ അംഗീകരിക്കാത്തവർക്ക് ആ തൊട്ടടുത്ത ഖാദിയെ അംഗീകരിക്കാൻ പറ്റുമോ, അതല്ല വേറെ കുറെ ദൂരത്തുള്ള ഖാദിയെ അംഗീകരിക്കാൻ പറ്റുമോ എന്ന് ഉസ്താദ് അവിടെ വിശദീകരിച്ചത് നന്നായിരുന്നു. മൈക്കോട്ട്. ഇന്നലെ പറഞ്ഞല്ലോ, നിങ്ങൾ കേൾക്കാൻ പോയ സമയത്ത് ഇക്കാരം ആ ചോദ്യം ഇന്നലെ വന്നിരുന്നു. ഏകദേശം അതിന്റെ സമാനമായൊരു ചോദ്യം. ഗവൺമെന്റ് നിയമിച്ച ഖാദിയാണെങ്കിൽ ആ മഹല്ല് പരിധിയിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും അയാൾ ഖാദിയാവും. അതില്ലാത്തയിടത്തോളം അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് നിയമിച്ചതാണെങ്കിൽ ആ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദിനെ അധികാരപ്പെടുത്തിയ അവരെ അംഗീകരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അവർ നിശ്ചയിക്കുന്ന ഖാദിയാവും. അയാളെ ഖാദിയാക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അത് അംഗീകരിക്കാം, താല്പര്യമില്ലാത്തവർക്ക് അംഗീകരിക്കാതിരിക്കാം. അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് ഒരു മഹല്ലിലെ ഖാദിയായി അംഗീകരിച്ച ആ മഹല്ലിനുള്ളിൽ താമസിക്കുന്നവർക്കൊക്കെ അയാൾ ഖാദിയാവണം എന്ന നിർബന്ധമായ അവസ്ഥയൊന്നുമില്ല. അതേസമയത്ത് ഇമാമിന്റെ നായിബോ നിയമിക്കുകയാണെങ്കിൽ ആ മഹല്ലിലുള്ളവർക്കൊക്കെ ബാധകമാവും.
അങ്ങനെ ബാധകമാകുമ്പോൾ പോലും തഹക്കീമ് പറ്റും എന്ന് നമ്മൾ പറയുകയും ചെയ്തു. ഇവിടെ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് അവരെ അധികാരപ്പെടുത്തിയ നാട്ടുകാർക്ക് വേണ്ടി അവര് ഖാദിയെ നിയമിച്ചാൽ ആ അംഗീകരിച്ച ആളുകൾക്ക് അയാൾ ഖാദിയാവും, അല്ലാത്തവർക്ക് അയാൾ ഖാദിയാവൂല. അപ്പൊ അവർക്ക് അതിന് പറ്റുന്ന ആളുകളെ ഖാദിയാക്കി നിയമിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരേ സമയത്ത് തന്നെ ഒരു നാട്ടിൽ ഒന്നിലധികം ഖാദിമാരെ നീക്കൽ ജായിസാണെന്ന് പറഞ്ഞല്ലോ. മസ്ലഹത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഹാജത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ അതാവാം. السلام عليكم أستاذ. وينعزل القاضي بزوال أهليته فإن عادت لم تعد ولايته പറഞ്ഞല്ലോ. 4 നമ്പർ ഇട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ചോദ്യം, ഒരു കാളിക്ക് ഒരു രോഗം പിടിപെട്ടു. അങ്ങനെ ആ കാളിയുടെ രോഗം ഒരു ഓപ്പറേഷന് കൂടെ നടക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ബോധം നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ആ കാളിയാകാൻ പറ്റുമോ, അല്ല വിലായത്ത് രണ്ടാമതും മയ്യത്ത് ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. ഖാദിയാകാനുള്ള അഹ്ലിയത്ത് നഷ്ടപ്പെട്ടാൽ ഖാദി അല്ലാതായി എന്നറിയില്ലേ, പിന്നെ രണ്ടാമത് വേണമെങ്കിൽ വേറെ രണ്ടാമത് ബയ്യത്ത് ചെയ്യണം. അഹ്ലിയത്ത് പറഞ്ഞ 10 കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിനിപ്പോ ഓരോന്നും ഇനിയിപ്പോ എണ്ണി പറയേണ്ട ആവശ്യമുണ്ടോ? ഖാദിയാവാൻ അഹ്ലിയത്ത് എന്ന് പറഞ്ഞതിന് 10 കാര്യങ്ങൾ ഷർത്ത് പറഞ്ഞു. ഈ 10 ഷർത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഷർത്ത് നഷ്ടപ്പെട്ടാൽ ഖാദിയുടെ അഹ്ലിയത്ത് പോകും. അങ്ങനെ ആവുമ്പോൾ ഖാദി അല്ലാതാവും. പിന്നീട് ആ ഉസ്ർ നീങ്ങിയാൽ രണ്ടാമത് പഴയ അവസ്ഥ നിലനിൽ തിരിച്ചു വരൂല. രണ്ടാമത് ഖാദിയാണെങ്കിൽ രണ്ടാമത് ബയ്യത്ത് ചെയ്യണം. എന്താ പിന്നെ അതിൽ പിന്നിപ്പോ ഓരോ നിങ്ങൾ എടുത്തു പറഞ്ഞാൽ 10 ആള് 10 ചോദ്യം ചോദിക്കൂലപ്പതിന്. മുസ്ലിമായ ഒരാളായിരുന്നു, അയാൾ മുർത്തദ്ദായി, രണ്ടാമത് ഷഹാദത്ത് കഴിയുമ്പോൾ ഇസ്ലാമത വിശ്വസിച്ചു. എന്നാൽ പഴയ ഖാദിയാവൂല, രണ്ടാമത് വേണമെങ്കിൽ വേറെ ബയ്യത്ത് ചെയ്യണം. ബുദ്ധി ഉണ്ടായിരുന്ന ഒരാളുടെ ബുദ്ധി നീങ്ങി, പിന്നീട് രണ്ടാമത് ബുദ്ധി നിലവിൽ വന്നു. എന്നാൽ പഴയ അവസ്ഥ ഇനി തിരിച്ചു വരൂല, രണ്ടാമത് വേണമെങ്കിൽ വേറെ ബയ്യത്ത് ചെയ്യണം. അസ്സലാമു അലൈക്കും ഉസ്താദേ, ഉംറയിൽ നിന്ന് തഹല്ലുലായതിനു ശേഷം മേൽത്തട്ടം കൊണ്ട് ശരീരം മറക്കുന്നതിനോട് കൂടെ തലയും മറിച്ച് നിസ്കരിക്കാൻ പറ്റുമോ? മൈക്കോട്ട്. തഹല്ലുലായി കഴിഞ്ഞാൽ പറ്റും. അതായത് തവാഫും സയ്യും കഴിഞ്ഞ് മുടി മുറിച്ചാൽ തഹല്ലുലായല്ലോ. തഹല്ലുലായി കഴിഞ്ഞാൽ ഇനി അത് ശരീരം മറക്കും പോലെ തന്നെ തലയും മറക്കാം, യാതൊരു കുഴപ്പമില്ല എന്ന് തന്നെയല്ല. തല തുറന്നിട്ട് നിസ്കരിക്കൽ പിന്നെ കറാത്തുവാണല്ലോ. അപ്പൊ ആ സുന്നത്ത് കിട്ടാൻ അത് തല മറക്കുകയിൽ സുന്നത്ത് തന്നെയാണ്. അത് ആളുകൾ കണ്ടാലും മേറാമിന്റെ തുണി തലയെടുത്ത് കണ്ടാൽ ഇങ്ങനെ ഷർത്താക്കണ പോലെ തഹല്ലുലായി എന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ടാണ്. സംഗതി നിയമപ്രകാരം മുടി മുറിച്ച് തഹല്ലുലായാൽ പിന്നീട് കുപ്പായിട്ടൊള്ളണമെന്നില്ല, അതുകൊണ്ട് തന്നെ ചുറ്റിപ്പോക്കുകയോ തല മറക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? ഹജ്ജിനും ഇഹ്റാം ചെയ്യുമ്പോൾ ഹജ്ജിനും ഉംറക്കും കൂടി ഇഹ്റാം ചെയ്യുന്ന വിധത്തിൽ നിയ്യത്ത് ചെയ്താൽ ആ ഉംറ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഹജ്ജിന് ശേഷം പിന്നെ ഉംറ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് വിധി എന്നാണ് ചോദിച്ചത്. ഒരു ചോദ്യം ഇവിടെ വന്നതാണ്, അയച്ച ചോദ്യമാണ്. ഹജ്ജിനും രണ്ടും കൂടി ഇഹ്റാം ചെയ്യാൻ ഉംറക്കും കൂടി ഇഹ്റാം ചെയ്യുന്ന വിധത്തിൽ നിയ്യത്ത് ചെയ്താൽ ആ ഉംറ ചെയ്യാൻ, ഹജ്ജിന് ശേഷം ആ ഉംറ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ഈ ചിലപ്പോ ഈ ചോദ്യം കുറച്ച് പോയത്തുണ്ടോ എന്ന് തോന്നുമ്പോ കീശീരി ഒരു മുൻകൂർ ജാമ്യം എടുക്കുക. ഇന്റെ വക എല്ലാ പോയത്തും ആരോ എഴുതി തന്നതാണ് എന്ന് പറയാ. കാരണം എന്താന്ന് വെച്ചാല് സഫാത്ത് പറഞ്ഞു കാണിഞ്ഞ് വല്ല ചീത്തയും കേൾക്കുകയാണെങ്കിൽ ഇരിക്ക് കേൾക്കണ്ട. കീശീരിന്റെ വക അത് സഫാത്തല്ല, അവരറിവില്ലായ്മ കൊണ്ട് വരുന്ന ചോദ്യമാണ്. ഏതായാലും കീശീരിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ആരോ അയച്ച ചോദ്യമാണെന്ന് തന്നെ സമ്മതിക്കുക. ഹജ്ജും ഉംറയും കൂടി ഒന്നിച്ചു നിർവഹിക്കുന്ന നിലക്ക് ഇഹ്റാം ചെയ്യാന്ന് പറഞ്ഞാൽ അതിനാണ് നമ്മൾ ഖിറാൻ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരേ ഇഹ്റാമിൽ തന്നെ ഹജ്ജും ഉംറയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇഹ്റാം ചെയ്യുന്ന രീതിയാണ്. ആ രീതിയിൽ ഉംറക്ക് പ്രത്യേകമായി ഒരു അമലും ചെയ്യാനില്ല. നിയ്യത്ത് ചെയ്യുന്ന ഇഹ്റാം ചെയ്യുന്ന സമയത്ത് മാത്രം ഹജ്ജിനും ഉംറക്കും ഒന്നിച്ച് ഖിറാനായി ഇഹ്റാം ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ മാത്രം മതി. ഹജ്ജിന്റെ അമല് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അതായത് ഖുദൂമിന്റെ തവാഫിനുണ്ടെങ്കിൽ ഖുദൂമിന്റെ തവാഫ് കഴിയുക, എന്നിട്ട് ഹജ്ജിന്റെയും ഉംറയുടെയും രണ്ടിന്റെയും കൂടിയുള്ള സഹി ചെയ്യാം. സഹി ചെയ്തിട്ട് മുടി മുറിക്കാൻ പാടില്ല. പിന്നെ അറഫയിൽ നിൽക്കുക, മുസ്ദലിഫയിൽ പാർക്കുക, മിനയിൽ കല്ലെറിയ, കഅബ തവാഫ് ചെയ്യുക. ബാക്കി മിനയിലെ കല്ലേറ് പൂർത്തിയാക്കുക. അതോടുകൂടി തന്നെ ഹജ്ജും കഴിഞ്ഞു, ഉംറയും കഴിഞ്ഞു. അതായത് ഉംറക്കായിട്ട് പ്രത്യേകിച്ച് ഒരു പ്രവൃത്തിയും ആ രൂപത്തിൽ ഉണ്ടാകുന്നതല്ല. ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറെ ഉംറ ചെയ്യുകയാണെങ്കിൽ അത് വേറെ ഇഹ്റാം ചെയ്ത് ചെയ്യാണ്. അല്ലാതെ ഈ ചെയ്ത ഉംറ ഹജ്ജിന്റെ കൂട്ടത്തിൽ തന്നെ പൂർത്തിയാവും. പക്ഷേ ഒരു ഇഹ്റാമിൽ ഹജ്ജും ഉംറയും ഒന്നിച്ചുള്ള ഖിറാൻ ചെയ്താൽ ഒരു ഫിദിയ ഇറക്കൽ വുജൂബാവും. ഇതുപോലെ തമത്തുവിന്റെ ഫിദിയ പോലുള്ള ഒരു ഫിദിയ. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഒരു അമല് കൊണ്ട് തന്നെ ഹജ്ജും ഉംറയും ഒന്നിച്ച് ലഭിക്കുന്നത് കൊണ്ട് അതിൽ ശുക്രായിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ബലിദാനമാണ് ഒരു ഫിദിയ അറിവ്. അത് വേണമെന്നല്ലാതെ ഉംറക്ക് വേണ്ടി പ്രത്യേകം അമലൊന്നും ചെയ്യാനില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജുമാക്ക് വേണ്ടി മഅ്ശറ വിളിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒന്നാമത്തെ സൊഫിൽ കയറി നിൽക്കുന്നത് കാണുന്നു. അത് എവിടെ നിൽക്കേണ്ടത് മസല ഉള്ളതെന്ന് അറിയിച്ചു. അസ്സലാമു അലൈക്കും. അതിപ്പോ അങ്ങനെ കൃത്യമായിട്ട് എന്റെ ശ്രദ്ധയിൽ ഓർമ്മയിൽ ഇപ്പൊ ഇല്ല. അത് വേണമെങ്കിൽ തൊഫയെ മറ്റൊക്കെ നോക്കി പറയാന്നല്ലാതെ ഇമാമ് മിമ്പറിൽ കേറി സലാം പറഞ്ഞ് ഇരുന്നതിന് ശേഷമാണ് മാഷറ വിളിക്കേണ്ടത് എന്ന് പറഞ്ഞോലും ഉണ്ട്. അതല്ല, മാഷറ വിളിച്ച് ഇമാമിന് ഈ വാള് അല്ലെങ്കിൽ വടി കൈമാറി എന്നിട്ടാണ് മിമ്പറിൽ കയറേണ്ടത് എന്നുണ്ട്. എന്നാൽ എവിടെയാണ് ഇയാൾ നിൽക്കേണ്ടത്? ഒന്നാം സഫിലാണോ, അതല്ല മെഹ്റാബിന്റെ തൊട്ട് മുമ്പിലാണോ, അതല്ല മിമ്പറിന്റെ മുമ്പിലാണോ? എന്റെ ഓർമ്മയിൽ അങ്ങനെ ഒന്ന് കണ്ടതായി ഇപ്പോൾ ഓർമ്മയില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി കൃത്യമായി പറയാൻ അറിയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ഇത് നല്ലൊരു ക്ലാസ് ആയിരുന്നു ഉസ്താദെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജില്ലക്കാർക്ക് വളരെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഖാളി മിനിയാന്ന് വഫാത്തായി. ഇതിനു മുമ്പൊരു ഖാളി ഉണ്ടായിരുന്നു. പക്ഷെ ഖാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഉസ്താദെ, നമ്മുടെ ആശയം അംഗീകരിക്കാത്ത ഖാളി സുന്നിയനായിരിക്കാം. ഇങ്ങനെയാകുമ്പോൾ നാട്ടിൽ നിന്നിപ്പോൾ ഓരോ നാള് പോയിട്ടും ഖാളിയോട് ഞാൻ തങ്ങളുടെ വയ്യത്ത് ചെയ്തു എന്ന് പറയല്ല ചെയ്യുന്നത്. ഒരു ജമാഅത്ത് കൂടി തീരുമാനിച്ച് ഈ ജമാഅത്തിന്റെ തീരുമാനം ഖാളി അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എതിർപ്പുള്ള ഖാളി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കമ്മിറ്റി ചില ആൾക്കാരെ ചുമതലപ്പെടുത്തി അവർ ഖാളിയാക്കുന്നു. അതിൽ പകുതി ആൾക്കാർ ആ ഖാളിയെ അംഗീകരിക്കാത്തവരും ഉണ്ട്. ഉദാഹരണം, ഇതിനു മുമ്പ് ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ഖാളി മറ്റൊരു സംസ്ഥയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ എന്ത് പ്രശ്നമുണ്ടാകുമ്പോൾ അന്ന് ഒപ്പിന്റെ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ തീരുമാനമെടുത്തത് ഖാളിയാർ പറയുന്നത് പോലെ ചെയ്യാമെന്നാണ്. ഖാളിയാർ മറുപക്ഷത്തെ അംഗീകരിക്കുന്നതുമാണ്. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ ഒരു പ്രശ്നം
ഉണ്ടാകുന്നു ഉസ്താദെ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പകുതി ഒരു ജമാഅത്തിൽ ഖാളി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ ആ ഖാളിക്ക് അധികാരം ഉണ്ടാകുമോ? ചെറിയൊരു സഫാഹത്വം കൂടി ഉണ്ട് ഉസ്താദ് ഇതിൽ ചോദ്യത്തിൽ. ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പം അടുത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. കാരണം ഇപ്പോൾ സംയുക്ത ജമാഅത്ത് എന്നൊരു പേരിൽ ഇപ്പോൾ അതിനെ പേര് മാറ്റി സുന്നി മഹല്ല് ഫെഡറേഷൻ എന്നൊരു മഹല്ലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ഖാദിനെ നിയമിക്കുക എന്നൊരു പരിപാടിയും കൂടി ഞങ്ങളുടെ ഭാഗത്ത് നടന്നിരിക്കുന്നു. അതുകൊണ്ട് അടുത്തു വരുന്ന ഖാദി എന്താണെന്ന് അറിയില്ല ഉസ്താദെ. അതും കൂടി ഇതിൽ ഉൾപ്പെടുന്നതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കണോ, അതല്ലെങ്കിൽ പിന്നെ ഒരു ജമാഅത്തിൽ 2 ഖാദിയാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും. ജസാക്കുമുല്ലാഹു ഹസ്നൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഏതായാലും നിയമം ഒന്ന് വേറെ, മസ്ലഹത്ത് ഒന്ന് വേറെയാണ്. മനസ്സിലായില്ലേ? നിയമം എന്ന് പറയുന്നത് ഭരണകൂടം നിശ്ചയിക്കുന്ന ഖാളി ആ പ്രദേശത്തുകാർക്കൊക്കെ ബാധകമാണ് എന്നതൊഴിച്ചാൽ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് ഒരാളെ ഖാളിയായി നിയമിക്കണമെങ്കിൽ ആ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദിനെ അംഗീകരിക്കുകയും അവരെ അതിന് ചുമതലപ്പെടുത്തുകയും ചെയ്ത ആളുകൾക്കേ ഖാളിയാവുള്ളൂ. അതാണ് നിയമം. ആ അടിസ്ഥാനത്തിൽ സുന്നിയാണെങ്കിൽ പോലും നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമുള്ള ഒരാളെ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് നിയമിക്കും എന്ന് കാണുമ്പോ അങ്ങനെ ഒരാളെ നിയമിക്കുന്നത് ഞമ്മക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് കുറെ വീട്ടുകാർ മാറി നിന്നാൽ ഈ നിയമിതനാവുന്ന ഖാളി ഈ മാറി നിന്ന വീട്ടുകാരുടെ സംബന്ധിച്ച് ഖാളിയാവുകയോ അയാളുടെ നിയമം അവരിൽ നടപ്പാവുകയോ ഇല്ല. അതതിന്റെ നിയമവശാണ്. എന്നാൽ സാധിക്കുമെങ്കിൽ മസ്ലഹത്തനുസരിച്ച് ഒരു നാട്ടിൽ സുന്നിയാണെങ്കിൽ പിന്നെ ഒരു ഖാളി തന്നെ ആവാൻ ശ്രദ്ധിക്കുന്നതാണ് നാട്ടിന്റെയും ദീനിന്റെയും മസ്ലഹത്ത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ ഖാളിയും തന്നെ ചിന്തിക്കേണ്ടതുണ്ട്, ഞാൻ ഒരു പ്രത്യേക സംഘടനയുടെ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു വിഭാഗത്തിന്റെ ആളാണെങ്കിൽ പോലും ഈ നാട്ടിലെ ഖാളിയാണ് എന്നതുകൊണ്ട് ഈ നാട്ടുകാരിൽ കക്ഷിത്വമില്ലാതെ എല്ലാവരോടും നീതിപൂർവം പെരുമാറാൻ ശ്രമിക്കണം എന്നത് ധാർമ്മികമായ ഉത്തരവാദിത്വമാണ്. അത് അയാളുടെ മേൽ നിയമമായിട്ട് അടിച്ചേൽപ്പിക്കാനൊന്നും നമുക്ക് കഴിയില്ല. അതതിനെ പേടിക്കുന്നവർക്കേ പറ്റൂ. ഇപ്പത്തെ കാലം വളരെ പോക്കാണ്. ഇപ്പത്തെ മറ്റേ കക്ഷിന്റെ ജനറൽ ഉണ്ടല്ലോ, സനദില്ലാത്ത ജനറൽ, ഈ ജനറൽ ഞങ്ങളെ അടുത്തുള്ള ഒരു മഹല്ലില് ഖാളിയാക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽപ്പെട്ട ഒരു കക്ഷി രാഷ്ട്രീയക്കാരായ കുറച്ചാളുകൾ തീരുമാനിച്ചു. കമ്മിറ്റിയിൽ അവർക്കാണ് കൂടുതൽ സ്വാധീനം. എന്നാൽ നാട്ടിൽ നല്ലൊരു ഭാഗം AP വിഭാഗക്കാരുണ്ട്. അവരാണ് മഹല്ലത്തിന് വേണ്ടി പള്ളിക്കും മദ്രസക്കും ഒക്കെ കാര്യമായ സാമ്പത്തികമായ സ്രോതസ്. അവര് പറഞ്ഞു നമ്മൾ പാണക്കാട് തങ്ങൾ പാപ്പാനെ ഖാളിയാക്കാവോ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാൽ സനദില്ലാത്ത ജനറലിനെ ഖാളിയാക്കണ്ട, ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞപ്പം രാഷ്ട്രീയക്കാരാകുന്ന ഈ കമ്മിറ്റിക്കാര് പറഞ്ഞു, നിങ്ങൾക്ക് പറയാനും നടത്താനൊന്നും ഇവിടെ അധികാരമില്ല, ഇവിടെ ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് നിയമം എന്ന് പറഞ്ഞു. അപ്പോ ഈ പ്രവർത്തകന്മാർ കുറച്ചാളുകൾ ഈ ജനറലിനെ നേരിട്ട് പോയി കണ്ടു. പറഞ്ഞു അവിടെ ഇങ്ങനെ കുഴപ്പമാണ് ഉസ്താദ്, അതുകൊണ്ട് അങ്ങോട്ട് വരരുത്, അവിടെ ഖാളിയാകരുത്, എനിക്കങ്ങനെ കുഴപ്പമുള്ള സ്ഥലത്താണ് ഇഷ്ടം എന്നാണ് ജനറൽ അതിന് പറഞ്ഞ മറുപടി. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ കാലാണിപ്പോ. കുഴപ്പമുള്ള സ്ഥലമാണ് എനിക്ക് ഇഷ്ടം, മഹല്ലിലെ മുസ്ലിങ്ങൾക്ക് തമ്മിൽ സുന്നികളായ മുസ്ലിങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാകുന്നതാണ് എനിക്ക് ഇഷ്ടം എന്ന് പച്ച മലയാളത്തിൽ തുറന്നു പറഞ്ഞ ജനറലിന് സനദില്ല, അത് വേറെ വിഷയം. അങ്ങനത്തെ ജനറലിന്റെ കീഴിലുള്ള ആളുകളിൽപ്പെട്ട ആളുകളെ തെരഞ്ഞെടുത്താൽ അവർക്ക് നാടും നാട്ടുകാരും ദീനി സ്ഥാപനവും കുട്ടിച്ചോറാക്കുന്നതിൽ സന്തോഷമല്ലാതെ സന്തോഷക്കേടില്ലാത്ത ഒരു കാലഘട്ടമായിപ്പോയി. എന്ത് ചെയ്യാൻ? അപ്പൊ കഴിയുന്നതും നാട്ടിന്റെ മസ്ലഹത്ത് നോക്കിയിട്ട് ഒരു ഖാദി തന്നെ ആവാൻ എല്ലാവരും ശ്രമിക്കലാണ് മസ്ലഹത്ത്. അങ്ങനെ ഖാദി ആയിക്കഴിഞ്ഞാൽ അയാൾ ഒരു സംഘടനയുടെ ആളാണെങ്കിൽ പോലും
അങ്ങനെയുള്ള കക്ഷിത്വം ഇല്ലാതെ നാട്ടിലുള്ള മുഴുവൻ ആളുകളോടും നല്ല നിലയിൽ മാന്യമായും നീതിപൂർവവും പെരുമാറുകയാണ് ഖാദിയും ചെയ്യേണ്ടത്. അതാണ് മസ്ലഹത്ത്. ആദ്യം പറഞ്ഞത് നിയമം ആണ്. ഷറഹുൽ മുഹദ്ദിബിന്റെ തുടക്കത്തൊക്കെ ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി എന്ന് കാണാറുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ന് എൻ്റെ ഓർമ്മ തോന്നുന്നുള്ളത്. ഇത് എല്ലാവരോടാണോ അല്ലാതെ പ്രത്യേകം വ്യക്തികളാണോ ആ ഹദീസിന്റെ മുഖാത്തബ് എന്ന് അറിയാനാണ്. അസ്സലാമു അലൈക്കും. നിങ്ങളെ മൈക്ക് വല്ലാതെ കട്ടാകുന്നല്ലോ, ഒന്നും കേട്ട് തിരിയണില്ല. കഷ്ണം കഷ്ണം മുറിഞ്ഞു കണ്ടാ കേട്ടെ. കട്ടില്ലാതെ ശരിക്കും രണ്ടാമതോടി മൈക്ക് എടുത്ത് പറഞ്ഞു നോക്കിയാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടെന്നാ പറഞ്ഞോക്കെ എന്തായാലും മൈക്കൂടാ. ഷർഹുൽ മുഹദ്ദിബിന്റെ തുടക്കത്ത് ഒന്ന് പലതിലുണ്ടാകാം. ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി എന്നൊരു ഹദീസ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണുന്നു. ഇത് എല്ലാവരോടുമാണോ അല്ല പ്രത്യേകം വ്യക്തികളാണോ എന്നറിയാനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി, ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖൗല് ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു താൻ ചില മസ്അലകൾ പറഞ്ഞതിന് അടിസ്ഥാനമായി ഹദീസ് ഉദ്ധരിക്കുകയും ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന മസ്അലകൾ ഞാൻ പറഞ്ഞത് എന്ന് പറയുകയും ചെയ്താൽ മുജ്തഹിദുകളായ മറ്റ് ഇമാമുമാർ അതിൽ ഇങ്ങനൊരു ഹദീസ് ഉണ്ടല്ലോ, ആ അടിസ്ഥാനത്തിൽ മസ്അല അങ്ങനെയല്ലല്ലോ വരേണ്ടത്, ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിൽ അതിന് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതാണ്, നിങ്ങൾ ആ പറയുന്ന ഹദീസ് സഹീഹായി എന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടിട്ടില്ല. അങ്ങനെ ഹദീസില്ല, പക്ഷേ അതിന്റെ സനദ് കുറ്റമറ്റ നിലക്ക് സഹീഹായി സ്ഥിരപ്പെട്ടിട്ടില്ല. ഇനി സഹീഹായ മറ്റ് പരമ്പരകളിലൂടെ ആ ഹദീസ് സ്ഥിരപ്പെട്ടു എന്ന് വന്നാൽ ആ ഹദീസിന്റെ താല്പര്യപ്രകാരമുള്ള മസ്അല അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ആ ഹദീസിന്റെ സനദ് സഹിയായി എന്റെ അടുക്കൽ സ്ഥിരപ്പെടാത്തത് കൊണ്ട് അതനുസരിച്ച് വിധി പറയാൻ എനിക്ക് നിവൃത്തിയില്ല. അപ്പൊ ഹദീസ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടിയതല്ലാത്ത മറ്റ് പരമ്പരകളിലൂടെ സഹീഹാണെന്ന് സ്ഥിരപ്പെടുകയും ഈ ഹദീസ് ഇമാം ഷാഫി തങ്ങൾ നേരത്തെ പഠന വിധേയമാക്കിയിട്ടുണ്ട്, പക്ഷേ ഹദീസിന്റെ താല്പര്യമനുസരിച്ച് വിധി പറയാൻ തടസ്സമായത് അതിന്റെ സനദ് സഹീഹായി കിട്ടാത്തത് കൊണ്ടാണ്. എന്നാൽ വേറെ മുഹദ്ദിസീങ്ങളായ ഇമാമിയങ്ങൾക്ക് ഇതേ ഹദീസ് സഹീഹായ സനദിലൂടെ സ്ഥിരപ്പെട്ടു എന്ന് വന്നാൽ ആ ഹദീസിന്റെ താല്പര്യമനുസരിച്ചുള്ള വിധി അത് തന്നെയാണ് എന്റെയും ഖൗല് എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു സംശയം ഉന്നയിച്ച സ്ഥിരപ്പെടാത്ത പരമ്പരയിലൂടെ വന്ന ഹദീസ് പിന്നീട് മറ്റ് മുജ്തഹിദുകളായ മുഹദ്ദിസീങ്ങൾ സഹീഹാണെന്ന് സ്ഥിരപ്പെടുത്തി ആ പറഞ്ഞതനുസരിച്ച് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖൗല് ഈ വിഷയത്തിൽ ഇന്നതാണെന്ന് പറഞ്ഞത് വളരെ അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് അത്തരം ചില സന്ദർഭങ്ങളിൽ പെട്ടതാണ്. ഖദീമായ ഖൗലാണ് ഈ വിഷയത്തിൽ മുഅ്തമദ് എന്ന് ചിലപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പോലെയോ ഇമാം ഹറമൈനി റളിയല്ലാഹു അൻഹുവിനെ പോലെയോ ഉള്ള ഇമാമിയങ്ങൾ പറയുന്നത്.
അതായത് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഖദീമായ ഖൗലിൽ ചില ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിധി പറയുകയും പിന്നീട് ജദീദായ ഖൗലിൽ അത് ആ ഹദീസ് സഹീഹല്ല എന്ന് അല്ലെങ്കിൽ സഹീഹാണോ എന്ന് സംശയമുള്ളത് കൊണ്ട് സഹീഹായ അടിസ്ഥാനത്തിൽ ജദീദായ ഖൗലിൽ ഒരു മസ്അല പറഞ്ഞു. ഈ സാഹചര്യത്തിൽ പിന്നീട് മുജ്തഹിദുകളായ ഇമാമുമാരുടെ പരിശോധനയിൽ ഖദീമായ ഖൗലിന് താൻ തെളിവായി പറഞ്ഞ ഹദീസ് സഹീഹാണെന്ന് വേറെ പരമ്പരയിലൂടെ സ്ഥിരപ്പെട്ടപ്പോൾ അവിടെ ഖദീമായ ഖൗലാണ് മുഅ്തമദ് എന്ന്. ഇത് ഏതാണ് സഹീഹ് ഏതാണ് സഹീഹ് അല്ലാത്തത് എന്നും ഏതാണ് മുഅ്തമദ് ഏതാണ് മുഅ്തമദ് അല്ലാത്തത് എന്നും തീരുമാനിക്കാൻ മദ്ഹബിന്റെ മുജ്തഹിദുകളായ ഇമാമുകളോട് മാത്രമാണ് ആ കൽപ്പന. അല്ലാതിരുന്ന ജാഹിലീങ്ങളോട് ഇപ്പൊ പറഞ്ഞപ്പോ എങ്ങനെയുണ്ടാകുക? പണ്ട് ചങ്ങായി പറഞ്ഞില്ലേ, മൗലവിമാർക്ക് ഓൽക്ക് ഇഷ്ടമുള്ളത് പറയാ, ഓൽക്ക് ഇഷ്ടമില്ലാത്തത് പറയാ, ഒഴിവാക്കുക. അങ്ങനെ ഖുർആനിൽ 25 നബിമാരെ പേരെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക മൗലവിമാര്. യഥാർത്ഥത്തിൽ 2 നബിമാരെ പേര് മൗലവിമാര് കട്ടക്കാണ്. അപ്പൊ ചങ്ങായി പീഡകൊലയുമെന്ന ചർച്ച. അപ്പൊ ചങ്ങായിനോട് വേറെ ചോദിച്ചു, അല്ല ഏത് ആണ് ഇപ്പൊ ആ 2 നബിമാര് ചോദിച്ചു. നിങ്ങൾ കണ്ടിട്ടില്ല? വല്ലാദിയാത്തി നോക്കി നോക്കി. അസർ നബിഹി നക്ക വസത്ത് നബിഹി ജമ്മാറിഞ്ഞില്ല. ഈ അസർ നബിനെ പറ്റിയിട്ടും വസത്ത് നബിനെ പറ്റിയിട്ടും ഒരു മൗലവിമാരും പറയുന്നില്ല എന്ന് പറഞ്ഞതുപോലെയുള്ള ജാഹിലീങ്ങള് അസർ നബിയും വസത്ത് നബിയും എന്ന് പറഞ്ഞിട്ട് 2 നബിമാരെ വല്ലാദിയാത്തിയിൽ അള്ളാഹ് പറഞ്ഞിട്ട് മൗലവിമാരൊന്നും ആ 2 നബിമാരെ എണ്ണിയിട്ടില്ല എന്ന് ജാഹില് പറഞ്ഞതുപോലെയാണ് സാധാരണക്കാർ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഹദീസ് സഹിയായാൽ അതാണ് എന്റെ മദ്ഹബ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത് പണ്ട് വാണിയമ്പല ഉസ്താദ് പറയാറുണ്ട്. ഇനി തമാശല്ല, അത് വളരെ അർത്ഥവത്താണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് സഹിയാണോ സഹിയല്ലേ തീരുമാനിക്കാൻ മുജ്തഹിദല്ലാത്ത ജാഹിലീങ്ങൾ പറയണതിന്റെ പണ്ട് മോഞ്ഞാരും മൊല്ലാക്കിയും കൂടി ഒരു തർക്കം എന്ന് പറഞ്ഞു. ഇതിന്റെ കൗലല്ല, വാണിയമ്പല ഉസ്താദിന്റെ കൗല. മോഞ്ഞാരും മൊല്ലാക്കിയും തമ്മിൽ ഒരു തർക്കം. എന്താണ്? ഫാത്തിഹ സൂറത്തിൽ തന്നെ അടിസ്ഥാനപരമായ തർക്കം എന്താണോ അറിയോ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി ഇലൈഹിം വലദ്ദാലിൻ ഓതണം നാം വല്ലാക്ക പറയുന്നത്. മൂന്നിയാൽ പറഞ്ഞാൽ പറ്റൂല. രണ്ടുപേർത്തിയിലും സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറയണോ എന്നാണ്. മനസ്സിലായില്ലേ? രണ്ടും അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം, രണ്ടും അലൈഹിം. മൊല്ലാക്ക് എന്ത് പറഞ്ഞാലും പറയും അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി ഇലൈഹിം. ഒരുത്തിരി അലൈഹിം മറ്റോർത്തി ഇലൈഹിം. അല്ലാതെ രണ്ടും കൂടി ഒരുപോലെ പെരൂല. മൂല്യാരും മൊല്ലാക്കും പൊരിഞ്ഞ തർക്കം. അതിന്റെ ഇടക്കുണ്ട് അതിലെങ്ങനെ ഒരു ചെറുമം പോന്ന് കുഞ്ഞിരാമൻ എന്നാ പേര്. അതിൽ മൊല്ലാക്ക് കുറിച്ച് എടാ കുഞ്ഞിരാമ അവിടെ വാർ അടുത്ത് ചെന്നപ്പോ എന്തെല്ലാപ്പിളെ വെച്ച് എടാ ഞാനും മോദിയാരാപ്പിളും തമ്മിൽ ഒരു തർക്കജ്ജതിലൊരു മദ്യം പറഞ്ഞാർ. ആ എന്താപ്പൊ തർക്കം എന്ന് വെച്ചു. എടാ മോദിയാരാപ്പിള പറയുന്ന സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം, രണ്ടോടത്തിലും അലൈഹിം പറയണം. ഞാൻ പറയണ അങ്ങനെയല്ല വേണ്ടത്, സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി ഇലൈഹിം വലദ്ദാലിൻ എന്ന് പറയണം. ഇജ്ജെന്ന് പറഞ്ഞ എന്തായാലും ന്യായം എന്ന് വെച്ച്. അത് മൊല്ലാപ്പിള അറിഞ്ഞോർത്ത കാര്യം എന്ന് പറഞ്ഞു. ചെർമ്മനായ കുഞ്ഞിരാമൻ പറയാണ് മോദിയാരും മൊല്ലാക്കും തമ്മിൽ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്നാണോ ഓതേണ്ടത്, അല്ല സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി ഇലൈഹിം എന്നാ ഓതേണ്ടത് എന്നുള്ള തർക്കത്തിൽ കുഞ്ഞിരാമൻ പറയുന്നത് എന്താണ്? മൊല്ലാപ്പിള പറയും പോലെ. അങ്ങനെ കുഞ്ഞിരാമൻ അറിയാം രണ്ടുപേർത്തിലും ഒരുപോലെ വരൂല, ഒരുത്തിയിൽ അങ്ങനെ ഒരുത്തിയിൽ ഇങ്ങനെ. ഈ കുഞ്ഞിരാമന്റെ മദ്യം പറിച്ചിൽ പോലെയാണ് ഈ വിവരം കെട്ട ജാഹില് മൗലവിമാര് ഷാഫി ഇമാമിന് തെറ്റിയാറില്ല. നമ്മളെ കൂക്കണ ഡോക്ടർ ഔലാമസ്തു മുന്നിസാ എന്ന് പറഞ്ഞിടത്ത് സ്ത്രീകളെ സ്പർശിച്ചാൽ എന്നാണ് ഷാഫി ഇമാമ് പറഞ്ഞത്. അത് ഷാഫി ഇമാമിന് തെറ്റി എന്ന് ആര് പറയുന്നു? കൂക്കുന്നതിൽ ഡോക്ടറേറ്റ് കിട്ടിയ നമ്മളെ ജിന്ന് പറയുന്നു. അതിപ്പോ എത്രയേ ഉള്ളൂ. വല്ലാക്കാനും മൗലിയാരും തർക്കത്തില് മദ്യം പറയാൻ വേണ്ടിയിട്ട് ചർമ്മം കുഞ്ഞിരാമൻ മദ്യം പറഞ്ഞേക്കുള്ള ഒരു മദ്യം പറിച്ചിരുന്നേ അതിന് അർത്ഥമുള്ളൂ. അതല്ല ഷാഫി ഇമാമ് പറയുന്നതിന്റെ അർത്ഥം, അതുപോലെ തന്നെ നബി ഇമാം ഉദ്ധരിച്ചതിന്റെയും അർത്ഥം. മുജ്തഹിദുകളായ ഇമാമുമാർ
ഈ വിഷയത്തിൽ പഠന വിധേയമാക്കി ഏതാണ് മുഅ്തമദ് എന്ന് കണ്ടെത്തണം. അതിന് മുജ്തഹിദുകളായ ആളുകൾ ചിലതൊക്കെ ഖദീമായ ഖൗലാണ് ഈ വിഷയത്തിൽ മുഅ്തമദ് എന്ന് പറയുന്നത് കാണാം. അതിന് ഖദീമിൽ നിന്നിട്ട് ജദീദിലേക്ക് മാറാൻ ഖദീമിന്റെ ദലീലാവുന്ന ഹദീസിനെ പറ്റി ശക്ക് വന്നതുകൊണ്ടാണ് അത് പിന്നീട് മുജ്തഹിദുകൾക്ക് ബോധ്യപ്പെട്ടു ഖദീമിന് തെളിവായി പറഞ്ഞ ഹദീസ് സഹിയാണെന്ന്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഖദീമാണ് മുഅ്തമദ് എന്ന് ചില സ്ഥലത്ത് പറഞ്ഞു കാണാം. അത് അതിന് യോഗ്യതപ്പെട്ട മുജ്തഹിദുകളോടുള്ള നിർദ്ദേശമാവുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ കേൾക്കുന്നുണ്ടോ? ഉസ്താദ്, എന്റെ നാട്ടിലെ നിസ്കാരപ്പള്ളി ജുമാഅത്ത് പള്ളി ഉദ്ദേശിച്ചുകൊണ്ട് പുനർനിർമ്മാണം കഴിഞ്ഞു, വലിയ പള്ളിയായി നിൽക്കുകയാണ്. എന്നാൽ കുണ്ടോട്ടി തക്കിയക്കൽ ആണ് അതിന്റെ എല്ലാ നേതൃത്വം വഹിക്കുന്നത്, അവിടുത്തെ നിക്കാഹും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എന്നാൽ ഇപ്പോൾ 2 വർഷമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടോട്ടി തക്കിയക്കൽ മുത്തവല്ലിയായിട്ടുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായതുകൊണ്ട് ആരും മുത്തവല്ലിയായിട്ട് അധികാരത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് നാട്ടുകാരൊക്കെ മുത്തവല്ലിമാരില്ലാതെ തന്നെ ഈ 3 മുത്തവല്ലിമാരും വാശി പിടിക്കുന്നുണ്ടെങ്കിലും അവർക്കും ജുമുഅ നടത്താൻ അവർക്ക് സമ്മതവുമാണ്. എന്നാൽ നിലവിലുള്ള മുത്തവല്ലി ഇല്ലാത്തത് കൊണ്ട് അവരുടെ സമ്മതം എല്ലാവരുടെയും സമ്മതപത്രം വാങ്ങിയിട്ടാണോ ചെയ്യേണ്ടത്, അതല്ല നിലവിലുള്ളൊരു മുത്തവല്ലി വന്നതിന് ശേഷം അങ്ങനെയാണോ ഒരു ജുമാഅത്ത് നടത്തേണ്ടത് എന്ന് ഉസ്താദ് അതിൻ്റെ ഒരു മസാല പറഞ്ഞെന്നാൽ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രത്യേകം 4 അതിര് ഉള്ളതും ഒരു പ്രത്യേക പേര് കൊണ്ട് അറിയപ്പെടുന്നതും ആയ ഒരു മഹല്ലാണെങ്കിൽ, മനസ്സിലായില്ലേ? 4 അതിർത്തി അംഗീകരിക്കുന്ന നിലക്ക് 4 അതിർത്തി കൊണ്ട് വേർതിരിയുന്നതും പ്രത്യേകം പേരിൽ അറിയപ്പെടുന്നതുമായ ഒരു പ്രദേശമാണെങ്കിൽ ആ പ്രദേശത്ത് തിരച്ചെന്നല്ലിയുടെ കീഴിലുള്ള പള്ളിയാണെങ്കിൽ നിലവിലുള്ള ഇന്ത്യൻ നിയമപ്രകാരം മുത്തവല്ലിയുടെ അനുവാദത്തോടു കൂടിയേ എന്തിനു പാടുള്ളൂ, അവിടെയുള്ള ചടങ്ങുകൾ നിശ്ചയിക്കാനും നിർവഹിക്കാനും പാടുള്ളൂ എന്നാണ് ഇസ്ലാമിലെ ശരീഅത്തല്ലത്. അത് നാട്ടിലെ വഖഫ് ബോർഡിന്റെ നിയമപ്രകാരം മുത്തവല്ലി നിലവിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മുത്തവല്ലി ഇല്ലെങ്കിൽ അയാളുടെ സ്ഥാനത്ത് അടുത്തു വരുന്ന മുത്തവല്ലി, ആ മുത്തവല്ലിയുടെ അനുമതിയോട് കൂടിയേ അവിടെയുള്ള ആരാധന കർമ്മങ്ങൾ നിശ്ചയിക്കാനും നിർവഹിക്കാനും പാടുള്ളൂ എന്നാണ് നിയമം. എന്നാൽ ഇസ്ലാം ശരീഅത്തനുസരിച്ച് 4 അതിര് തിരിയുന്നതും സ്വന്തമായ ഒരു പേരുള്ളതുമായ പ്രദേശമാണെങ്കിൽ അവിടെ സ്ഥിരതാമസക്കാരായ 40 മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ജുമാ നടത്തൽ വുജൂബാണെന്ന്. ആ അടിസ്ഥാനത്തിൽ ജുമാ നടത്താം. ഈ ജുമാ നടത്തുമ്പോ മുത്തവല്ലി പറയാണ് ഈ പള്ളിയിൽ വെച്ച് ജുമാ നടത്താൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ നിയമത്തിന്റെ ഭരണഘടന പ്രകാരം ആ പള്ളിയിൽ വെച്ച് ജുമാ നടത്താൻ പറ്റൂല. ഇസ്ലാം ശരീഅത്തനുസരിച്ച് ആ മഹല്ലത്തിൽ ജുമാ നടത്തൽ നിർബന്ധമാണ് താനും. അപ്പൊ നാട്ടിലെ മസ്ലഹത്തനുസരിച്ച് നിലവിൽ മുത്തവല്ലി ഇല്ലാത്തത് കൊണ്ട് നാട്ടുകാർ കൂടിയിട്ട് ഒരു മുത്തവല്ലിയെ തെരഞ്ഞെടുത്ത് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലായാൽ ഇസ്ലാം ശരീഅത്തനുസരിച്ച് അതിന് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇനി മുത്തവല്ലി ഇല്ലാതെ ഒരു സാഹചര്യമാണെങ്കിൽ നാട്ടിന്റെ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് എന്ന് പറയുന്ന നാട്ടിലെ കാരണവന്മാര് കൂടിയിട്ടുള്ള ഒരു കമ്മിറ്റി തെരഞ്ഞെടുത്ത് ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ആകാവുന്നതാണ്. പക്ഷേ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു മുത്തവല്ലി ഉണ്ടെങ്കിൽ കേസുമായി പോകുമ്പം മുത്തവല്ലിക്കായിരിക്കും അതില് അനുകൂലം വരിക എന്ന കാര്യം നിയമപരമായ കാര്യങ്ങളാണ്. അത് ശ്രദ്ധിക്കണം. ഇസ്ലാം ശരീഅത്തനുസരിച്ച് നിലവിൽ ഒരു മുത്തവല്ലി ഇല്ലെങ്കിൽ ആ നാട്ടുകാർക്ക് കൂടി ഒരു മുത്തവല്ലിയെ നിശ്ചയിക്കുകയോ അതല്ലെങ്കിൽ മുത്തവല്ലി ഇല്ലാതെ തന്നെ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് എന്ന നിലക്ക് നാട്ടിൽ ഉത്തരവാദപ്പെട്ട ആളുകളെ തെരഞ്ഞെടുത്തൊരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ ജുമാ നടത്തുകയോ ചെയ്യാവുന്നതാണ്. അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് നിയമിച്ചൊരു കാളി, ആ കാളിക്ക് വേറൊരു കാളിനെ ആവശ്യത്തിന് വേണ്ടി വേറൊരു കാളിനെ നായിബാക്കാന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നായിബാക്കുകയാണെങ്കിൽ
ഈ ആദ്യത്തെ കാതിനെ നിയമിച്ച അയൽഹിന്റെ സമ്മതം വേണമോ മറ്റേ ആദ്യത്തെ കാതിക്ക് രണ്ടാമത്തെ കാതിനെ നിയമിക്കാൻ എന്നറിയാനാണ്. അസ്സലാമു അലൈക്കും. ഒരാളെ കാദിയായി നിയമിക്കുമ്പോ ഇമാമ് നിയമിക്കുന്ന അതേ വ്യവസ്ഥ തന്നെ. ഇമാമ് നിയമിക്കുമ്പോൾ പറഞ്ഞല്ലോ, ഇമാമ് നിയമിക്കുമ്പോൾ കാദിക്ക് ആവശ്യമെങ്കിൽ ഒരു നായിബ് കാദിയെ നിശ്ചയിക്കാനുള്ള അനുമതി കൂടി കൊടുക്കൽ സുന്നത്താണ്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കാദിക്ക് നായിബ് കാദിയായി മറ്റൊരാളെ നിയമിക്കാൻ പാടുള്ളൂ. അത് കമ്മിറ്റി ആണെങ്കിൽ അങ്ങനെ, അഥവാ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് കാദിയെ നിയമിച്ച ആളാണെങ്കിലും അങ്ങനെ തന്നെ ഇദ്ദേഹത്തെ കാദിയായി ബൈഅത്ത് ചെയ്യുമ്പോൾ തന്നെ ആവശ്യമാവുന്ന ഘട്ടത്തിൽ നായിബിനെ നിശ്ചയിക്കാനുള്ള അനുമതി കൂടി കൊടുക്കൽ നല്ലതാണ്. അങ്ങനെ കൊടുത്താൽ ഈ കാദിക്ക് നായിബ് കാദിയെ നിശ്ചയിക്കാൻ അധികാരമുണ്ടാവും. ഇല്ലെങ്കിൽ അയാൾക്ക് അധികാരം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അഹ്ലുൽ ഹല്ല് വൽ അഖ്ദാണെങ്കിലും ഇമാമാണെങ്കിലും ഔലുൽ ശൗക്കത്താണെങ്കിലും ഒക്കെ കാദിയെ നിയമിക്കുന്ന സമയത്ത് തന്നെ നായിബിനെ വെക്കാൻ അനുവാദം കൊടുക്കൽ സുന്നത്താണ്. അങ്ങനെ കൊടുത്താൽ കാദിക്ക് നായിബിനെ വെക്കാം, കൊടുത്തിട്ടില്ലെങ്കിൽ നായിബിനെ വെക്കാൻ പാടുള്ളതല്ല. ചോദ്യം കൊണ്ട് അത് ചോദ്യമാവോന്ന് അറിയില്ല. കാദിന്റെ പരിധിയിൽപ്പെട്ട സ്ഥലത്ത് തന്നെ നിക്കാഹ് ചെയ്തു കൊടുക്കണമെന്നല്ല പറഞ്ഞേ. ഞാൻ ഉദാഹരണം പറയാം. മലപ്പുറം ജില്ല കാദി എന്ന് പറയാം. അങ്ങനെ ഒരു സ്ത്രീ ഒരു നിക്കാഹിന് വേണ്ടി സാക്ഷിയോട് കൂടി കാദിസ്ഥാനം ഉള്ളത് തന്നെ, മൊത്തം ജില്ലയിൽ കാദിസ്ഥാനമുണ്ട്, ആ കാദിമ ജില്ലയിൽ തന്നെ ഉണ്ട്. നാട് മാറുന്നേ ഉള്ളൂ. നാട് മാറിപ്പോകുന്നു, സ്വന്തം നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിലേക്ക് പോകുന്നു. ആ അടുത്ത നാട്ടിൽ ഈ കാദിക്ക് കാദിസ്ഥാനത്തിന്റെ അധികാരമുണ്ട്. എന്നാൽ അങ്ങനെ നാട് മാറി നിക്കാഹ് ചെയ്യാൻ പറ്റുമോ എന്നറിയാനാണ്. അസ്സലാമു അലൈക്കും. കാദിയുടെ അധികാരം ഏത് നാട്ടിലാണൊക്കെ ഉള്ളത് ആ നാട്ടിലായിരിക്കണം. ഇയാളുടെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലത്താവണം അയാളും ഈ പെണ്ണും. കാരണം വലിയില്ലാത്തൊരു പെണ്ണിനെ കാദി നിക്കാഹ് കഴിക്കേണ്ടി വന്നാൽ കാദിയുടെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലത്ത് വെച്ച് കാദിക്ക് ആ പെണ്ണിനെ നിക്കാഹിക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രമല്ല, ഈ നിക്കാഹ് നടക്കുന്ന സമയത്ത് ഇയാളുടെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലത്ത് ആ പെണ്ണ് ഉണ്ടാവുകയും വേണം. അപ്പൊ രണ്ടാളും കാദിയുടെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലത്തായിരിക്കൽ ഷർത്താ. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതായത് കാദി ഈ വിധി പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നിക്കാഹ് നടത്തുന്ന സമയത്ത് അയാളുടെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലത്തായിരിക്കണം. ആ വലിയില്ലാത്ത കാദി നിക്കാഹിന്റെ അവിടെ പറയുന്നത് കേട്ടോ. കാദിയുടെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലത്ത് വെച്ചിട്ടേ കാദിക്ക് നിക്കാഹ് നടത്താൻ പാടുള്ളൂ എന്ന് മാത്രമല്ല, ഈ നിക്കാഹ് നടത്തുന്ന സമയത്ത് ഈ പെണ്ണ് കാദിയുടെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലത്തുണ്ടാവും വേണം. മുമ്പ് എവിടെ ആയാലും വേണ്ടിയില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു മഹല്ലത്തിലെ കാദി, ഉദാഹരണം ഞങ്ങളെ കുഴിമണ്ണ എന്ന് പറഞ്ഞോളി, കുഴിമണ്ണ മഹല്ലിലെ കാദിയാണ്. ഈ കാദിയുടെ അരികെ രക്ഷിതാവില്ലാത്ത ഒരു പെണ്ണ് നിക്കാഹ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഈ പെണ്ണ് കുഴിമണ്ണക്കാരത്തിയല്ല, അയാൾ വേറൊരു മഹല്ലുള്ള. എന്നാൽ കാദി കുഴിമണ്ണ ഉണ്ട്. ആ സമയത്ത് പെണ്ണ് ഈ കുഴിമണ്ണ മഹല്ലിൽ വന്നു. ഇപ്പോ ഈ പെണ്ണിനെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ കാദിക്ക് അധികാരം ഉണ്ടാവും. കാരണം എന്താ? കാദി കുഴിമണ്ണ മഹല്ല് കാദിയാണ്, അയാൾ കുഴിമണ്ണ മഹല്ലിൽ തന്നെ ഉണ്ട്. പെണ്ണ് ഇപ്പോൾ ഈ നിക്കാഹ് നടക്കാൻ വേണ്ടിയിട്ട് വന്ന് പറയുകയും കാദിയാര് നിക്കാഹ് ചെയ്യുകയും ചെയ്ത സമയത്ത് ഈ മഹല്ലിലുണ്ട് താനും. എന്നാൽ നിക്കാഹ് ചെയ്യാവും. അപ്പൊ പെണ്ണും കാദിയുടെ അധികാര പരിധിയിൽപ്പെട്ടായിരിക്കണം, കാദിയാര് തന്നെയും തന്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലത്തായിരിക്കണം. അപ്പോഴേ നിക്കാഹ് ചെയ്യാൻ കാദിക്ക് അധികാരം ഉണ്ടാവുള്ളൂ. സുഹൃത്തുക്കളെ, സമയമായിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഒരാൾക്കാർ വന്നിട്ടുണ്ട്. ഉസ്താദ് നിർത്തേണ്ട സമയം. ഉസ്താദ് 2 മിനിറ്റ് മുന്നേ പറയണം. 1-2 ദ്വാവസ്യത്തുണ്ട്. ആ മുകളിലത്തെ ആൾ എടുക്കണമെങ്കിൽ അടുത്ത ആൾ എടുത്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ഇത് നേരത്തെ ചോദിച്ച പോലത്തെ ഒരു ബന്ധം ചോദിച്ചോട്ടെ ഉസ്താദെ. പിന്നെ ജനാബത്ത് കുളി കഴിഞ്ഞ് 3 വക്ത് ഫർള് നിസ്കാരം കഴിഞ്ഞിട്ടാണ് കയ്യിന്റെ നഖത്തിൻ മീൻ ചെല്ല് കണ്ടത്. അപ്പോൾ അവിടെ വെള്ളം ചേരേണ്ടത് കൊണ്ട് വീണ്ടും കുളിക്കണോ, ആ നിസ്കാരം മടക്കി നിസ്കരിക്കണോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജനാബത്ത് കുളി കഴിഞ്ഞു 3 നേരം നിസ്കരിച്ചും ചെയ്തതിന് ശേഷം ഒരു മീനിന്റെ ചെറുക്കാൻ മറ്റേത് മീനിന്റെ ചെല്ല് കണ്ടു പറ്റിപ്പിടിച്ച് നിൽക്കുന്നതായി. ആ സ്ഥലത്ത് വെള്ളം ചേർന്നിട്ടില്ല, ഇത് കുളിക്കുന്നതിന് മുമ്പുള്ളതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ രണ്ടാമത് കുളിക്കേണ്ട ആവശ്യമില്ല. ഈ സ്ഥാനം കഴുകണം. ഏത് ഈ പറ്റിപ്പിടിച്ച് നിന്നിരുന്ന അത് പറിച്ച് കളഞ്ഞിട്ട് ആ സ്ഥലം കഴുകണം. നിസ്കാരം മടക്കി നിസ്കരിക്കുകയും വേണം. രണ്ടാമത് മടക്കി കുളിക്കേണ്ടതില്ല. കാരണം എന്താ, കുളിക്ക് തെർത്തീബ് പോകാത്തൊരു ഷർത്തില്ല. ശരീരം മുഴുവനും ഒരു പ്രാവശ്യം തൊഹൂറായ വെള്ളം നെയ്യത്തോടു കൂടി എത്തിച്ച് കഴുകലാണല്ലോ ഷർത്ത്. അപ്പൊ ഈ മീനിന്റെ ചെളുക്കത്ത് അല്ലെങ്കിൽ ഈ ചെല്ലി ചുറ്റിപ്പിടിച്ച സ്ഥലത്ത് വെള്ളം നനഞ്ഞിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ അത് എടുത്തു കളഞ്ഞിട്ട് ആ സ്ഥലം ഒന്ന് കഴുകിയാൽ മതി. എന്നാ കുളി പൂർത്തിയായി. പക്ഷേ കുളി പൂർത്തിയാവുന്നതിന് മുമ്പ് അറിയാതെ 3 നേരത്തെ നിസ്കാരം നിസ്കരിച്ചത് രണ്ടാമത് മടക്കി നിസ്കരിക്കണം. കാരണം അത് ജനാബത്ത് പൂർണ്ണമായി വരുന്നതിന് മുമ്പുള്ള നിസ്കാരം ആയതുകൊണ്ട് നിസ്കാരം ശരിയായിട്ടില്ല. രണ്ടാമത് കുളി മടക്കേണ്ടതില്ല. ആ സ്ഥലം നനയുന്ന നിലക്ക് കഴുകുകയും നേരത്തെ നിസ്കരിച്ച നിസ്കാരങ്ങൾ മടക്കി നിസ്കരിക്കുകയും ചെയ്താൽ മതി. ഒരു ചോദ്യം കൂടി. മാതാപിതാക്കൾ മക്കൾക്ക് ദാനം ചെയ്യുമ്പോൾ സമത്വം പാലിക്കണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ സ്ത്രീ പുരുഷന്മാർക്കിടയിലും അത് വേണോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസുന്നത്ത മക്കൾക്കിടയിൽ തന്റെ ഹദിയകൾ ഹിബത്തുകൾ ഒക്കെ കൊടുക്കുന്നത് ആയാലും മക്കൾക്കിടയിൽ അനന്തരാവകാശം പോലെ ആണിന്റെ പൗതി പെണ്ണ് എന്നുള്ളതൊന്നുമല്ല. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഹദിയ കൊടുക്കുന്നതിലും സംഭാവന അഥവാ ഹിബത്ത് കൊടുക്കുന്നതിനൊക്കെ തുല്യമാക്കൽ സുന്നത്താവുന്നു. മറിച്ച് വരൽ കറാഹത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഒരു പള്ളിയിൽ ഒരു മുദരിസിനെ അല്ലെങ്കിൽ ഒരു ഖാദിയെ ഒരു വർഷത്തേക്ക് നിയമിച്ചു. അദ്ദേഹം 8 മാസം അവിടെ ജോലി ചെയ്തുള്ളൂ. കമ്മിറ്റി 8 മാസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. ഈ 1 വർഷത്തേക്കുള്ള മൊത്തം ശമ്പളം അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ 8 മാസത്തേത് മാത്രം കൊടുത്താൽ മതിയോ? അതിന്റെ ഉത്തരം കിട്ടിയാൽ വളരെ റാഹത്തായിരുന്നു. ഉസ്താദ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുദരിസ് മുഅല്ലിമ് ഒക്കെ പറയുന്ന തസ്തിക ഒന്ന് വേറെയാണ്. ഖാളി എന്നത് മറ്റൊന്നാണ്. ഖാളി ബൈഅത്ത് ചെയ്യണം. അവിടെ കാലം നിശ്ചയിച്ചുകൊണ്ടുള്ള ഖാളി ബൈഅത്ത് ഇസ്ലാമിൽ അന്യമാണ്. ഒരു മഹല്ലത്തിലെ ഖാളിയായ ഒരാളെ നിയമിക്കുമ്പോൾ ആ നിയമനം നിരുപാധികമാണ്. 1 കൊല്ലത്തേക്ക് 2 കൊല്ലത്തേക്ക് എന്ന നിയമനം ഇല്ല. നിരുപാധികം നിയമിക്കുകയും പിന്നീട് നേരത്തെ പറഞ്ഞ 3-4 കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ വേണ്ടി വന്നാൽ ഒഴിവാക്കുകയും ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ 3-4 കാരണമില്ലാതെ ഒഴിവാക്കുകയാണെങ്കിൽ അത് ഹറാമാണ്. അതേ സമയത്ത് മുദരിസായിട്ടോ മുഅല്ലിമായിട്ടോ ഒക്കെ നിശ്ചയിക്കുന്നത് 1 കൊല്ലത്തേക്ക് 2 കൊല്ലത്തേക്ക് 6 മാസത്തേക്ക് 1 മാസത്തേക്ക് ഒക്കെ നിയമിക്കാവുന്നതാണ്. 1 കൊല്ലത്തേക്ക് എന്ന നിലവിൽ നിയമിക്കുകയും അതിന് വിപരീതമായി കാരണം കൂടാതെ അയാളെ പിരിച്ചുവിടുകയും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ആ 1 കൊല്ലത്തെ ശമ്പളം കൊടുക്കാൻ ബാധ്യസ്ഥരാണോ എന്ന കാര്യം ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് പറയാനും കഴിയില്ല.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഒരു സംശയം. നിക്കാഹ് കഴിയുന്നതിന് മുന്നേ വരൻ കൊടുത്ത വസ്ത്രം വധു അണിയൽ, അതിന്റെ ഇസ്ലാമിക വശം എന്താണെന്ന് എന്താണെന്ന് അറിഞ്ഞിട്ടുള്ള ഉസ്താദ് വസിയത്തോടെ. അസ്സലാമു അലൈക്കും. നിക്കാഹ് കഴിയുന്നതിന് മുമ്പ് വധുവിന് വരൻ വസ്ത്രമോ അതുപോലെയുള്ള വല്ല വസ്തുക്കളോ ഹദിയയായി കൊടുത്താൽ അത് സ്വീകരിക്കൽ ജായിസാവുന്നതും അത് ഉപയോഗിക്കൽ അനുവദനീയവും ആണ്. അഥവാ വിവാഹം നടക്കണം എന്ന താല്പര്യത്തോടു കൂടി ആ വിവാഹ ബന്ധം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട്, പ്രചോദനമാകാൻ വേണ്ടിയിട്ട് ഹദിയയോ സദഖയോ പോലത്തത് കൊടുക്കുന്നത് അനുവദനീയമാണ് എന്നും അത് അവർക്ക് ഉപയോഗിക്കൽ ജായിസാണ് എന്നും ഫത്വയിൽ മേനിൽ പറഞ്ഞത് കാണാം. അങ്ങനെ ഹദിയയോ ഒക്കെ ആയിട്ടായിരിക്കും ആ കൊടുക്കുന്നത് സ്വീകരിക്കാം, അത് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൂല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ സർവീസ് അവസാനിപ്പിക്കുമ്പോൾ അവർക്ക് സർവീസ് എന്ന വകയിൽ ഒരു തുക ലഭിക്കാറുണ്ട്. ഈ തുകക്ക് സക്കാത്ത് നിർബന്ധമാകുമോ എന്നാണ് ഉസ്താദ് എന്റെ സംശയം. ജസാക്കുമുല്ലാഹു ഖൈർ. ഒരാൾക്ക് ശറഅ അനുസരിച്ച് സക്കാത്ത് നിർബന്ധമാകാൻ ആവശ്യമായ 595 ഗ്രാമിന് തുല്യമായ തുക ഒരാളുടെ ഉടമയിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു കൊല്ലം അവന്റെ ഉടമയിൽ നിന്നാൽ സക്കാത്ത് വുജൂബാവും. ആ രീതിയിൽ അവന്റെ ഹക്കായി ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് അവൻ രാജിവെക്കുകയോ പിരിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിലും കിട്ടാവുന്ന നിലക്ക് ഉള്ള തുക ഇവന്റെ സർവീസിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത നിസാബ് തികയുന്ന തുക എന്നാണോ അവന്റെ ഉടമയിൽ വരുന്നത്, അവിടെ മുതൽ ഒരു കൊല്ലം കഴിയുമ്പോൾ സക്കാത്ത് വേണ്ടി വരും. അങ്ങനെ വരുന്നില്ല, ഇടക്ക് പിരിയുകയോ പിരിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കിട്ടൂല. കൊല്ലം പൂർത്തിയായി ഇവൻ പെൻഷൻ ആകുകയാണെങ്കിൽ മാത്രമേ കിട്ടൂ എന്ന് വന്നാൽ അവന്റെ മിൽക്ക് ഉറച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് മുൻകൂർ സക്കാത്ത് വുജൂബാണെന്ന് പറയാനും കഴിയില്ല. ഒരാളുടെ ഉടമയിൽ നിശ്ചിത തുക വരികയും ഒരു കൊല്ലം അത് നിലനിൽക്കുകയും ചെയ്താൽ ആണ് സക്കാത്ത് നിർബന്ധമാവുന്നത്. ഓക്കെ, മതിയാക്കുകയാണ്. ആരോ ഒരാളോടി കൈപൊക്കി കാണാണ്ട് അദ്ദേഹം മൈക്കെടുത്തു കഴിഞ്ഞാൽ തൽക്കാലം നിർത്തുകയാണ്. ഇനി ആരും പുതിയതായിട്ട് മൈക്കെടുക്കണ്ട. അസ്സലാമു അലൈക്കും. ചോദ്യം ചോദിക്കാനല്ല, ഒരു ദുആക്ക് പറയാനാണ്. ഇനി കുട്ടിക്ക് സുഖമില്ല, വയറിന് ചെറിയൊരു മുഴ. അപ്പൊ അത് RCCയിലെ ചികിത്സയിലാണ്. ഇപ്പൊ 1.5 വർഷമായി ചികിത്സിച്ചിട്ട് ഒരു സുഖം കാണുന്നില്ല. ഇപ്പൊ നമ്മളെ ആലിമീങ്ങളെയും സയ്യിദന്മാരൊക്കെ ദുആ കൊണ്ടും ചികിത്സയിലുള്ളത്. ഉസ്താദിനെ പറ്റി ദുആ ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അസ്സലാമു അലൈക്കും. കൂട്ടത്തിൽ ഉൾപ്പെടുത്താതിന്റെ ഇടക്ക് തുക്കുമൽ ഉസ്താദ് മൈക്ക് എടുത്തിട്ട് എന്താ പറയാനുണ്ടെങ്കിൽ വേഗം പറഞ്ഞോളി, എന്നിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഉസ്താദെ, പിന്നെ ബഹുമാനപ്പെട്ട പൊന്മള മൊയ്തീൻകുട്ടി ബാക്കവി ഉസ്താദിന്റെ ഭാര്യ ഒരുപാട് കാലമായി അസുഖത്തിൽ കിടക്കുന്ന 47-48 വയസ്സുള്ളൂ പ്രായം. മൈമൂന എന്ന മഹദി ഇന്നലെ അസറിന് 4 മണിക്ക് വഫാത്തായിട്ടുണ്ട്. പിന്നെ കേന്ദ്ര മുഷാവറ അംഗം, ഒരുപാട് നമ്മുടെ സംഘടനാ നേതൃത്വത്തിലുള്ള വലിയൊരു പണ്ഡിതനാണ് പൊന്മള മൊയ്തീൻകുട്ടി ബാക്കവി ഉസ്താദ്, അറിയാലോ. പിന്നെ നമ്മുടെ റൂമിലുള്ള പ്രധാനപ്പെട്ട ഒരു അഡ്മിൻ സുഹൃത്ത് UAE-യിലുള്ള അദ്ദേഹത്തിന്റെ കടയിൽ എന്തോ ഒരു സുഹൃത്തിന് എന്തോ ഒരു ജോലി സംബന്ധമായിട്ട് വിഷയത്തിൽ പോരായ്മ കൊണ്ട് ഒഴിവാക്കിയത്. അപ്പൊ അദ്ദേഹം തിരിച്ചു വന്നിട്ട് വേറെ തൊട്ടടുത്ത കടയിൽ
പല പ്രശ്നങ്ങളെ കൊണ്ട് ഇദ്ദേഹത്തിന് വളരെ വിഷമങ്ങൾ പല നിലക്കും അനുഭവിക്കുന്നു. അതെന്താ ഏതാണെന്നും അറിയില്ല. അങ്ങനെ വളരെ വിഷമത്തിൽ പേര് പറയരുത്, അബൂഷാഖർ ഉസ്താദിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറയണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രത്യേകിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരാഴ്ചയോളം അസുഖത്തിൽ കടന്ന് ഷോപ്പിൽ പോകാൻ പറ്റാതെ ബഹുമാനപ്പെട്ട SNK തങ്ങൾ അസുഖത്തിലായിരുന്നു. ഇപ്പൊ ഷിഫയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇന്നലെ അത് പിന്നെ പറയാൻ ഉസ്താദ് നേരത്തെ നിർത്തുകൊണ്ട് പറയാൻ പറ്റില്ല, പള്ളിയിലായിരുന്നു. ഉസ്താദ് ദുആയിൽ ഉൾപ്പെടുത്തുക. പിന്നെ നമ്മുടെ ആലൂർ രാജിക്കാരന്റെ ഉമ്മ ഖദീജ ഹജ്ജുമ്മ പിന്നെ മരണപ്പെട്ടിട്ട് പിന്നെ പ്രായമുള്ളൊരു മഹദിയായിരുന്നു. 2 വർഷം ഷഅബാൻ 8 പൂർത്തിയാകാണ്. നാട്ടില് 8 എന്ന് അദ്ദേഹം അറിയിച്ചു. ഇവിടെ അങ്ങനെ 9 ആണ്. ഈ 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഉസ്താദിന് ഉൾപ്പെടുത്തി ദുആ ചെയ്താലും. പിന്നെ നമ്മുടെ ഷായിൻ തിരുവനന്തപുരം പിന്നെ കടുത്ത പനിയാണ്, നാട്ടിൽ നിന്ന് വന്നാണ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഉൾപ്പെടുത്തി ഉസ്താദിനോ പിന്നെ മൈക്കിലേക്ക് ക്ഷണിച്ച് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള ഖൈറും റാഹത്തും ഷിഫയും സലാമത്തും നൽകുമാറാകട്ടെ. പൊന്മളന്റെ ഇന്നലെ നമ്മള് ഫാത്തിഹ ഓതി ദുആ ചെയ്തല്ലോ. ഇവിടെ ഇന്നലെ സമയമില്ല, പെട്ടെന്ന് നിർത്തിയതായിരുന്നെങ്കിൽ പോലും മൊയ്തീൻകുട്ടി ബാഖവി ഞങ്ങളുമായിട്ട് അടുത്ത് പരിചയമുള്ള ചങ്ങായിമാരാണ്. അവരൊക്കെ വലിയ ആലിമീങ്ങളാണ്. പണ്ട് അന്നൊക്കെ ചെറുപ്പത്തില് മലപ്പുറം ജില്ലാ ജമിയത്തുൽ ഉലമയുടെ മുശാവറയില് അദ്ദേഹം വന്ന സമയത്ത് ഞാനും കുറച്ചു കാലം ഉണ്ടായിനി. പിന്നെ ഞാനിങ്ങ് ടീച്ചറെ പോകുന്നതല്ലേ. അപ്പൊ അങ്ങനെ ഞങ്ങൾ തമ്മിൽ അടുത്ത് പരിചയമുള്ള ചെങ്ങായിമാരാ. അതുകൊണ്ട് തന്നെ പ്രത്യേകം ഇന്നലെ സമയമില്ല, തിരക്കായിട്ട് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണെങ്കിൽ പോലും ഫാത്തിഹ ഓതി ദുആ ചെയ്തിരുന്നു. ഇനിയും ദുആ ചെയ്യുന്നതിന് തെറ്റല്ല. അപ്പൊ അത് ഇന്നലെ തന്നെ ആ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ പ്രത്യേകം ഫാത്തിഹ ഓതി ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തെക്കുമലസ്വാദൊക്കെ ഇന്നലെ ആ സമയത്ത് പള്ളിയിലായിരിക്കും, അതുകൊണ്ടാ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണപ്പെട്ട സഹോദരി അവരുടെ പരലോകം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. ഖബറിടം അല്ലാഹു തആല സ്വർഗ്ഗത്തോപ്പാക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ആലുരാജിന്റെ ഉമ്മ, അവരുടെ 2ാമത്തെ ആണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആഖിറം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. ഖബറിടം അല്ലാഹു തആല സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിനിടയിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ഒക്കെ അല്ലാഹു തആല വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നേരത്തെ ആ പറഞ്ഞ ആ സഹോദരന്റെ കുട്ടി 1.5 കൊല്ലത്തോളമായിട്ട് RCCയിലെ ചികിത്സയിലാണ്. ഇപ്പോഴും കാര്യമായി മാറ്റങ്ങളൊന്നും ഇല്ലാതെ അറിഞ്ഞു. മഹാന്മാരായ ആളുകളുടെ ദുആ ബറക്കത്ത്, ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ പാപ്പ, ഉള്ളാൾ തങ്ങൾ പാപ്പ, അങ്ങനെയുള്ള വലിയ വലിയ ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ സമീപിക്കലാണ് അവസാനത്തെ വഴി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ രോഗം മഹാന്മാരായ ഔലിയാക്കന്മാരുടെയും മഹത്തുക്കളായ അംബിയാ മുർസലിങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ ബറക്കത്ത് കൊണ്ടും ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും ബദരീങ്ങളുടെയും കറാമത്ത് കൊണ്ടും അത്ഭുതകരമായി ശിഫ നൽകി പൂർണ്ണമായ ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ആ നമ്മുടെ SGVയുടെ അഡ്മിനായ UAEയിൽ പ്രവർത്തിക്കുന്ന ആ സഹോദരന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും സലാമത്തും നൽകുമാറാകട്ടെ. ഏത് ഭാഗത്തിൽ നിന്ന് ഏത് വ്യക്തികളിൽ നിന്നിട്ടുണ്ടാകുന്ന പ്രയാസമാണെങ്കിലും അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടി മാറ്റുമാറാകട്ടെ. ഖൈറിന്റെയും സലാമത്തിന്റെയും വാതിൽ അല്ലാഹു തആല തുറന്നു കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സജീവ പ്രവർത്തകനായ പ്രിയപ്പെട്ട ഷാഹിൻ പനി കൊണ്ട് വിഷമിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ആഫിയത്തും ശിഫയും എളുപ്പമാക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിനും